ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാൻ ച. ശ്രീരൂപം സാഗ്രജാതാൻ സഹഗണാ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം. ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണാ ലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപേശ ഗോപികാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ ഈ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഭാഗവതം ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, കാര്യം ഇന്ന് നമ്മൾ ഭാഗവതത്തിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല ചർച്ച ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ ഗുരുഷ്ടം കഴിഞ്ഞതിന് ശേഷം ഭാഗവതത്തിലെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നൽ വന്നത് ഈ ഒരു വിഷയം കൂടി ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചർച്ച ചെയ്യേണ്ട അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്തിയുടെ തീവ്രതയെക്കുറിച്ചാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ഭക്തിയിൽ തീവ്രതയുണ്ടോ, ഇപ്പം നമ്മൾ തീവ്രമായിട്ടാണോ ഭക്തി ചെയ്യുന്നത്. 2, തീവ്രത എന്തിനാണ്. 3, തീവ്രത എങ്ങനെയാണ്. ഹൗ ക്യാൻ വി ഇന്റൻസിഫൈ അവർ ഡിവോഷണൽ സർവീസ്. നമ്മുടെ ഭക്തിയെ നമുക്ക് എങ്ങനെ തീവ്രമാക്കാൻ പറ്റും, തീവ്രമാണോ, തീവ്രമാകേണ്ട ആവശ്യം എന്താണ്. ഇത് ഒരു ക്ലാസ് കൊണ്ട് തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നോട്ട് തയ്യാറാക്കി വന്നപ്പം എനിക്ക് തോന്നുന്നു 1 ക്ലാസ് കൊണ്ട് തീരത്തില്ല, 2 ക്ലാസ് കൊണ്ട് തീരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭാഗവതത്തിന്റെ മാഹാത്മ്യം ചർച്ച ചെയ്യണം. അത് പക്ഷെ 2-3 ക്ലാസ് വേണ്ടി വരും. അത് കഴിഞ്ഞ് നമുക്ക് ഭാഗവതത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഭാഗവതത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ശ്ലോകവും എടുത്തിട്ടല്ല ചർച്ച ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. 1800 ശ്ലോകം ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് 1, 2, 3 ജന്മം കൂടി വേണ്ടി വരും. നമ്മൾ ഒരു സ്കന്ധം 5 or 6 ക്ലാസ് കൊണ്ട് തീർക്കണം. കൂടി വന്നിപ്പോ 2 കാൻഡൊക്കെയാണ് കൂടുതലാകും. ആദ്യത്തെ കാൻഡോ 19 അധ്യായമുണ്ട്. ഒരു 6-7 ക്ലാസ് കൊണ്ടൊക്കെ ആവറേജ് തീർക്കാൻ പറ്റുമായിരിക്കും, അറിയില്ല. നമുക്ക് അത് നന്നായി നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്തിയുടെ തീവ്രതയെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഭക്തി തീവ്രത ഉണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്. നമ്മുടെ ഭക്തിയുടെ തീവ്രത എങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആധ്യാത്മിക പുരോഗതി അനുസരിച്ചാണ് നമ്മുടെ ഭക്തിയുടെ തീവ്രത അറിയുന്നത്. ഭക്തിയുടെ തീവ്രത അനുസരിച്ചാണ് നമ്മുടെ ആധ്യാത്മിക പുരോഗതി നടക്കുന്നത്. ആധ്യാത്മികമായിട്ട് നമ്മൾ പുരോഗമിക്കുന്നുണ്ടോ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒന്ന്, നമ്മളുടെ ഭൗതികമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കുറയുന്നുണ്ടോ, ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത്. 1 വർഷം മുമ്പുള്ള എൻ്റെ ഭൗതികമായ ആഗ്രഹങ്ങളാണോ ഇന്നുള്ളത്, അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ, അതേപോലെ നിൽക്കുകയാണോ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങൾ, നമുക്കിപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ദേഷ്യം വരുന്നുണ്ടോ, നമ്മുടെ റിയാക്ഷൻ
ഒരേ സംഭവത്തിന് നമ്മുടെ ഇപ്പോഴത്തെ റിയാക്ഷനും 5 വർഷം മുമ്പുള്ള റിയാക്ഷൻ സെയിം ആണ്. അതായത് നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ വെളിയിൽ പ്രകടിപ്പിക്കുന്നതല്ല ഞാൻ പറയുന്നത്, നമ്മളിൽ ഉണ്ടാകുന്ന ആ വ്യക്തിയോട് ഉണ്ടാകുന്ന നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരം. അതായത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എൻ്റെ ഒരു ഡിവോട്ടി അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അയലത്തുള്ള ആരെങ്കിലും എന്നോട് പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ലത്, അല്ലെ അവർ പെരുമാറി. അപ്പൊ ഇപ്പൊ നമ്മൾ ഭക്തിയിൽ വന്നുകൊണ്ട് നമ്മൾ എക്സ്റ്റേണലി ബാഹ്യമായിട്ട് പ്രകടിപ്പിക്കുന്നില്ല, പക്ഷെ ആന്തരികമായിട്ട് ഉണ്ടാകുന്ന ഇഷ്ടക്കേടുണ്ടോ? പണ്ടത്തെ പോലെ തന്നെ ഹൃദയം തുറന്ന ആ വ്യക്തിയോട് പിന്നീട് നമുക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടോ? ചേച്ചി എന്ന് വിളിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെ മോളെ എന്ന് അല്ലെ ചേട്ടാ എന്ന് വിളിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും, അല്ലെ മോനെ എന്ന് വിളിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും? അതിലത്തെ കുട്ടിയായിരിക്കാം ചിലപ്പോൾ, അല്ലെ റിലേഷൻ ഉള്ളതായിരിക്കാം. അമ്പലത്തിലെ പ്രഭുജി അല്ലെ മാതാജി ഇപ്പോഴും ഹൃദയത്തിൽ നിന്ന്, വെളിയിൽ നമ്മൾ ചിരിച്ചോണ്ട് പറയും, പക്ഷെ ഹൃദയത്തിനുള്ളിൽ നിന്ന് അത് വരുന്നുണ്ടോ? അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിലെ ഈർഷ്യ അല്ലെ ക്രോധം കുറഞ്ഞു. നമുക്ക് ഏറ്റവും ഇഷ്ടക്കേട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡിവോട്ടിക്ക് നല്ലൊരു സേവ കിട്ടി, അല്ലെ ദീക്ഷ കിട്ടി, അല്ലെ എന്താ പറയുക, എന്തെങ്കിലും നല്ല കാര്യം ചിലപ്പോൾ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഭാവം എന്താണ്? സന്തോഷമാണോ വരുന്നത്? അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരം, എനിക്ക് ഏറ്റവും അടുക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ബന്ധമുള്ള ഒരു വ്യക്തിക്ക് എന്തൊരു ദുഃഖം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അതേ ദുഃഖമാണോ ഉണ്ടാകുന്നത്? അതായത് അമ്പലത്തിലെ ഒരു ഡിവോട്ടി, ആ ഡിവോട്ടി ഞാനുമായിട്ട് ചേർത്തില്ല, എന്തെങ്കിലും കാരണത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അവർക്കൊരു ബുദ്ധിമുട്ട് വന്നു, ശാരീരികമായിരിക്കാം അല്ലെങ്കിൽ കുടുംബപരമായി എന്തെങ്കിലും അവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു, നമ്മൾ അറിഞ്ഞു, ആ ഡിവോട്ടിക്ക് സുഖമില്ലാതായി, അല്ലെ ആ ഡിവോട്ടിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായി, അല്ലെ ആ ഡിവോട്ടി കുടുംബപരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, അല്ലെ അമ്പലത്തിൽ എന്തൊരു പ്രോബ്ലം ഉണ്ടായി, നമ്മളിൽ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷമാണോ ദുഃഖമാണോ വരുന്നത്? അപ്പൊ നമുക്ക് മനസ്സിലാവും ഞാൻ ആധ്യാത്മികമായിട്ട് ഉയരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതായത് നമ്മുടെ അനർത്ഥങ്ങളില്ലാതെ വരികയാണ് അവിടെ. തീവ്രത പിന്നെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ അതിനകത്ത് ആടിയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 വർഷം മുമ്പ് ഞാൻ ഭക്തിയിൽ വന്നു, 16 മാല ജപിക്കുന്നു, 4 നിയമങ്ങൾ പാലിച്ചു. ഈ 5 വർഷത്തിന് ശേഷം ആ 16 മാലയിലാണോ നിൽക്കുന്നത്? ഞാൻ പ്രോഗ്രസ് ആകുന്നുണ്ടോ? ആധ്യാത്മികമായിട്ട് എനിക്ക് പുരോഗതി വരുന്നുണ്ടോ? എനിക്ക് വീണ്ടും വീണ്ടും വായിക്കണം, കേൾക്കണം, ജപിക്കണം, ഭക്തന്മാരുടെ അടുക്കൽ പോകണം, ഭക്തന്മാരായിട്ട് സംഘ ചെയ്യണം, ഭഗവാന്റെ സേവ ചെയ്യണം, ഈ ആഗ്രഹങ്ങൾ കൂടി വരുന്നുണ്ടോ? അതോ ബോറടിക്കാൻ തുടങ്ങിയോ? എന്ന് ഈ 16 മാല ജപിക്കണം, ദീക്ഷ എടുത്തു പോയി, ദീക്ഷ എടുക്കാതിരുന്നാലും നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ 4 മാല ജപിക്കും, 4 മതി, ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ മനസ്സിൽ വരുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടതാണ്, നമുക്ക് നമ്മളെ അറിയാൻ പറ്റുന്നതാണ്. ഇടയ്ക്കൊക്കെ ഇരുന്ന് ആലോചിക്കണം, കിടക്കുമ്പോൾ ആലോചിക്കണം, ഞാൻ ചെയ്യുന്ന ഭക്തി, ഞാൻ പോകുന്ന വഴി നേരെയായ വഴിയാണെന്ന് അറിയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ആധ്യാത്മികമായ അതേപോലെ തന്നെ നമ്മളോടൊപ്പം വന്ന ഭക്തർ ഇപ്പോഴെവിടെയാണ്, ഞാൻ എവിടെയാണ്? താഴെ പോയിട്ട് പിള്ളേരെ അല്ല നോക്കട്ടെ, എന്നെക്കാട്ടിൽ അഡ്വാൻസ് ആയി, എൻ്റെ ഈ പുറയിൽ നിന്ന് വന്ന ആൾക്കാർ എന്നെക്കാൾ അഡ്വാൻസ് ആയിട്ട് ഭക്തി ചെയ്യുന്നു, അപ്പൊ എന്നെ എന്തെങ്കിലും കുറവുണ്ടായിട്ടായിരിക്കും. തീവ്രത എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇംഗ്ലീഷിൽ ഒരു പ്രോവർബ് ഉണ്ട്, എന്റെ മലയാളത്തിൽ ഞാൻ പറയാം. നമ്മൾ ഇന്നലെ വരെ എന്താണ് ചെയ്തത് അതാണ് ഇന്ന് ചെയ്യുന്നെങ്കിൽ ഇന്നത്തെ ഫലമായിരിക്കും നാളെയും കിട്ടുന്നത്. അത് എന്ത് പ്രവൃത്തി അല്ലെ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെയാണ് ഇന്നും ചെയ്യുന്നതെങ്കിൽ ഫലം വ്യത്യാസം വരത്തില്ല. ഇന്ന് ഞാൻ ഇത് നോട്ട് തരപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തോ മനസ്സിൽ വന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത്, അത് ഞാൻ 77-ലാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായത്. ആ 73, 74, 77ഒക്കെ നമുക്ക് കുറച്ച് പറയാം. 70കളുടെ ആരംഭത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സാകുക എന്ന് പറഞ്ഞൊരു വലിയ സംഭവമാണ്. എനിക്കറിയാം, എൻ്റെ കുഞ്ഞമ്മ 10ാം ക്ലാസ് വായിച്ചപ്പം റോൾ നമ്പർ നോക്കുന്നത് മനോരമ പേപ്പറിലായിരുന്നു. അന്ന് മനോരമ പേപ്പറാണ് വീട്ടിൽ വരുന്നത്. പേപ്പറിൽ പാസ്സായ കുട്ടികളുടെ റോൾ നമ്പർ വരുമായിരുന്നു. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം. അയ്യോ, അവൻ ഫസ്റ്റ് ക്ലാസ് ഓടി 10ാം ക്ലാസ്, 60% 10ാം ക്ലാസ്. ഇപ്പൊ 60% എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടത്തില്ല, 60 90 കിട്ടുന്നില്ല. 10ാം ക്ലാസ് ഫെയിൽ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ്. 10ാം ക്ലാസ് പാസ്സാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം, ഫെയിൽ ആകുക എന്ന് പറഞ്ഞ ഒരു സംഭവം. 10ാം ക്ലാസ് പാസ്സായ ജോലി ഗ്യാരണ്ടീഡ് ആയിരുന്നു. അത് 10ാം ക്ലാസ് ആരുടെ ഓടിയ പിന്നെ 10ാം ക്ലാസ് മാർച്ചിൽ എനിക്ക് ഒരുപാട് ഡിസ്റ്റർബ് ആയി ഇതിങ്ങനെ ഈ ഓഡിയോ ചെയ്ത് വെക്കുന്നത്.
10ാം ക്ലാസ് ഫെയിൽ, മാർച്ചിൽ എക്സാം, മാർച്ചിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബറിൽ വീണ്ടും എഴുതാൻ അവസരം കിട്ടും. സെപ്റ്റംബറിൽ ഫെയിൽ ആയി വീണ്ടും മാർച്ചിൽ. അപ്പൊ അന്ന് കുട്ടികളൊക്കെ തമാശയ്ക്ക് വേണ്ടിയുണ്ട്, ഇപ്പൊ നീ എന്തിനാടി പഠിക്കുന്നത്? ഇപ്പൊ നീ എന്തിനാടി പഠിക്കുന്നത്? എന്നാലും തമാശ രൂപത്തിൽ പറയായിരുന്നു, മാർച്ച് സെപ്റ്റംബർ മാർച്ച് കോഴ്സിനാ പഠിക്കുന്നതെന്ന്. MSM എന്ന് പറയും. മാർച്ച് സെപ്റ്റംബർ മാർച്ചിൽ ഫെയിൽ ആവും, സെപ്റ്റംബറിൽ വീണ്ടും എഴുതും, സെപ്റ്റംബറിൽ ഫെയിൽ ആവും, മാർച്ച് 6-7 പ്രാവശ്യം കൊണ്ടൊക്കെ ആയിരിക്കും 10ാം ക്ലാസ് പാകുന്നത്. കാരണം എന്താണ്? അവർ എന്ത് പഠിച്ചുകൊണ്ട് വന്നിരുന്നു അതിൽ നിന്നും കുറച്ചുകൂടി പെയിൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. റിസൾട്ട് വിൽ ബി സെയിം. മാർച്ചിൽ 30 മാർക്ക് കിട്ടി, സെപ്റ്റംബറിൽ 40 ആണെങ്കിൽ ആ 10 മാർക്കിന്റെ ഉള്ള എക്സ്ട്രാ എഫർട്ട് ഇടണം. അന്നത്തെ കാലത്തൊക്കെ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ വേറെ എൻജോയ്മെന്റ് ഉപാധികളൊന്നുമില്ല. അതായത് TV ഇല്ല, മൊബൈൽ ഇല്ല, ഒന്നുമില്ല. ആകെയുള്ള ചില വീടുകളിലൊക്കെ റേഡിയോ കാണും. അതും വന്നത് ഏതാണ്ട് 73, 74 റേഡിയോ വരാൻ തുടങ്ങിയത്. അപ്പൊ 7-8 മണിയാകുമ്പോൾ ആഹാരം കഴിക്കും, 8-9 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. അപ്പൊ ഈ കുട്ടികളിൽ നിന്ന് പഠിക്കുകയായിരിക്കും. അപ്പൊ അമ്മമാര് മക്കളിൽ നിന്ന് പഠിക്കുന്നു, പക്ഷെ പരീക്ഷ ഒരു 30% ഉള്ളൂ. അപ്പൊ അമ്മമാരും അച്ഛന്മാരും ഒക്കെ 10-11 മണിക്കൊക്കെ ചിലപ്പം വാഷ്റൂമിൽ പോകാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ഇരിക്കുമ്പോഴും മോളോ അല്ലെങ്കിൽ മോളെ പോയി കിടന്ന് ഉറങ്ങടി, ഇത്രയും പഠിക്കാൻ ഇതുകൊണ്ട് എന്റെ മോളെ ഒരു പഠിത്തം, എന്റെ ഒരു പഠിത്തം. പരീക്ഷ ഒരു 30% ഉള്ളൂ. നമ്മുടെ അവസ്ഥയാണ് ഭക്തിയിൽ. നമ്മൾ ഇരുന്ന് ജപിക്കുന്നു, കേൾക്കുന്നു, വായിക്കുന്നു. പക്ഷെ അവിടെ തന്നെ MSM കോഴ്സ്, മാർച്ച് സെപ്റ്റംബർ മാർച്ച് കോഴ്സ്, നമ്മൾ ഒരു സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് പോകുന്നില്ല. എന്തുകൊണ്ട്? കാരണം നമ്മുടെ ഭക്തിയിൽ തീവ്രത വരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ആ പഠിക്കുന്ന കുട്ടികളുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു, അവർ അവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ത്യജിക്കാൻ നമ്മൾ തയ്യാറല്ല. എങ്ങനെ ഇന്നലെ വരെ ജീവിച്ചോ അതുപോലെയാണ് ഇന്നും നാളെയും ജീവിക്കുന്നത്. റിസൾട്ട് വിൽ ബി സെയിം. ഇപ്പൊ ഭക്തിയിൽ തീവ്രത വരുത്തുക എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ടുള്ള പ്രയാണം. പ്രഭുപാദ് പറഞ്ഞു 16 മാല ജപിക്കണം, 4 റിവലേറ്റീവ് പ്രിൻസിപ്പൽ ഫോളോ ചെയ്യണം, ഇത്ര പറഞ്ഞുണ്ടെങ്കിൽ അതിലൊരു സ്റ്റാർ മാർക്ക് ചെയ്തിട്ട് കണ്ടീഷൻ സപ്ലൈ. ചില പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങുമ്പോൾ ചില പരസ്യങ്ങളുണ്ട്, കണ്ടീഷൻ സപ്ലൈ. അത് വായിക്കാൻ പോലും പറ്റത്തില്ല, മാഗ്നിഫൈങ് ഗ്ലാസ് വേണം. എന്താണ് കണ്ടീഷൻ? ആദ്യമായിട്ട് കൊണ്ട് 16 മാല ജപിക്കേണ്ടത് അറ്റൻറ്റീവ് ചാണ്ടിങ്. അത് നമ്മൾ പിന്നെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ അടുത്ത ക്ലാസ് അറ്റൻറ്റീവ് ചാണ്ടിങ് എന്താണ്. ആരുടെ ഈ ഓഡിയോ എനിക്കത് ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ട് തോന്നുന്നു. വിജയ വേണുധാരിദാസ്. പ്രഭുജി പ്ലീസ് ഇതൊന്ന് ഓഫ് ചെയ്യ്. കോമളാംഗി മാതാജി മ്യൂട്ട് ചെയ്യൂ. കുട്ടികള് ബഹളം കൂട്ടുന്നു. ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആകുകയാണ്. അതിൽ ആ മനസ്സിൽ നടന്നു പോവും, അവളുടെ ശ്രദ്ധ പോവും എല്ലാവരുടെയും. അപ്പം ഗൗരപ്രിയ മാതാജി മ്യൂട്ട് ചെയ്യൂ. പറയൂ. ഇന്ദുമതി മാതാജി വിജയ വേണുധാരി പ്രഭു മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഫോൺ ചെയ്ത് ഹരേ കൃഷ്ണ. അവര് കേൾക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യണം? മാതാജി എന്ന് വിചാരിച്ചു. ഗൗരപ്രിയ മാതാജി മ്യൂട്ട്. അഡ്മിൻ മ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അഡ്മിനെ ചെയ്യാൻ പറ്റും, പക്ഷെ അഡ്മിന് ഇല്ലല്ലോ. മനസ്സിലായല്ലോ. ഓൺലൈൻ ക്ലാസ് ഇപ്പൊ ഇത്രയും വഴക്കിടുക കേൾക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ കിടന്ന് പറയുന്നത് ഇത്രയും? ഒരു ദിവസം 2 ദിവസം ഇരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ കേൾക്കാതെ വഴക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനു വേണ്ടി ക്ലാസ് എടുക്കുന്നത്? വിളിച്ചിട്ട് കിട്ടുന്നില്ല പ്രഭു. ഓക്കെ, അപ്പൊ ഇവിടെ ആ ലിങ്ക് അതിന്റെ ഫലം അതിൽ നിന്ന് കുറച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ കുട്ടികൾ പഠിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് മാതാപിതാക്കള് വിചാരിച്ചിരിക്കുമ്പോഴും അവരുടെ റിസൾട്ട് അതാണ്.
അപ്പൊ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മളെക്കാൾ പുറകിൽ വന്നവരും നമ്മളെക്കാൾ നല്ല രീതിയിൽ പുരോഗമിക്കുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ഇന്നലെ അവിടെ ഒരു ശകലം പോലും നമ്മുടെ ഭക്തിയിൽ തീവ്രത കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ പ്രഭുപാദ് പറഞ്ഞത് 4 നിയമങ്ങളും 16 മാലകളും അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞ അറ്റൻറ്റീവ് ചാണ്ടി, 2 ശ്രവണം കീർത്തനം, പ്രഭുപാദിന്റെ ബുക്ക് വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, 3 സേവ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മളങ്ങ് മറക്കും. നമ്മൾ ഈ 4 നിയമവും 16 മാലയിലും പിടിച്ചിരിക്കും. ആ 16 മാലയിൽ പിടുത്തമാണ് എന്റെ കൃഷ്ണ, അത് വിടത്തില്ല. 20 വർഷമായാലും വിടത്തില്ല 16 മാലയെന്ന്. 16 17 പോകത്തില്ല, 15 എങ്ങനെ പോകാമെന്നായിരിക്കും റിസർച്ച്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഭക്തിയിൽ തീവ്രത വരുന്നത്? അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ ഭക്തിയിൽ തീവ്രത ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. തീവ്രത എന്താന്ന് പറഞ്ഞാൽ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയിട്ടാണത്. നമ്മൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് പോകണം. ഗോലോക വൃന്ദാനം അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ അടുക്കിലോട്ടല്ല അവർ, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന പ്രക്രിയയാണ് ആധ്യാത്മികമായ പുരോഗതി. പലപ്പോഴും പലരും ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഇനിഷ്യേറ്റീവ് ഡിവോട്ടീസ് പോലും വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഓ, ഇങ്ങനൊക്കെ പോട്ടെ, ഈ ജന്മം ഇല്ലെങ്കിൽ അടുത്ത ജന്മം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത ജന്മം. അപ്പൊ അടുത്ത ജന്മം പോകുമ്പോൾ ഭഗവാൻ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ജന്മം തരും. ഭഗവാൻ പറഞ്ഞെന്തറിയോ? നമേ ഭക്ത്യ പ്രണശ്യ, ഭക്തർക്ക് നാശമില്ല. ഭക്തർക്ക് പറഞ്ഞാൽ ഭക്തിക്ക് നാശമില്ല. ദയവേത് ആരെങ്കിലും ആ ഓഡിയോ ഒന്ന് ഓഫ് ചെയ്യുക. അപ്പൊ ഭക്തിക്ക് നാശമില്ലെന്ന് പറഞ്ഞ ഭഗവാൻ ഈ ജന്മത്തിലെ അടുത്ത ജന്മത്തിലും അല്ല, ചിലപ്പം 100 ജന്മം കഴിഞ്ഞാണെങ്കിലോ ഭക്തി തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ സംഭവിച്ച കഥകളുണ്ട്. അതായത് ഈ ജന്മത്തിൽ ഞാൻ സീരിയസ് അല്ല, എനിക്കെല്ലാം കിട്ടി, ഭക്തി കിട്ടി, ഭഗവാനെ കിട്ടി, അസോസിയേഷൻ കിട്ടി, ഗുരുവിനെ കിട്ടി, ഞാൻ തീവ്രമായിട്ട് ഭക്തി ചെയ്യുന്നില്ല. ഭഗവാൻ വരെ കിട്ടിയിരിക്കുക, നിനക്ക് അപ്പൊ തീവ്രമായിട്ട് ഭക്തി ചെയ്യുന്നതിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഭൗതികമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഭൗതിക കാര്യമാണ്, നീ ഒരു 100 ജന്മം ഭൗതിക കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും നമ്മൾ? അതുകൊണ്ട് കിട്ടിയ അവസരം നമ്മൾ തീവ്രമായിട്ട് ഉപയോഗിക്കണം. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയത് എങ്ങനെയാണ് നമ്മൾ ഭക്തിയിൽ തീവ്രത കൊണ്ടുവരുന്നത്? അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞത്. അതായത് നമ്മളിപ്പോ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ജപിക്കുന്നുണ്ട്, ഫോർ റിലേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്, ഭാഗവത കഥ കേൾക്കുന്നുണ്ട്, വായിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ ഉള്ള റിസോഴ്സസിന് മലയാളത്തിൽ എന്താ പറയുന്നത്? അസംസ്കൃത വസ്തുക്കൾ, അല്ലല്ല, സാധന സാമഗ്രികൾ എന്ന് പറയാം. സോഴ്സ് നമുക്ക് ഉള്ളത് അത് ലിമിറ്റഡ് ആണ്. അപ്പൊ ഭക്തിക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഭക്തി ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? ഒന്ന്, ആദ്യം വേണ്ട സമയമാണ്. ഏറ്റവും വലിയ ഭക്തരുടെ പരാതി അത് തന്നെയാണ്, സമയമില്ല എന്നുള്ളത്. 24 മണിക്കൂറേ പ്രഭുപാദിനും ഉള്ളായിരുന്നു, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർക്കും ഉള്ളായിരുന്നു, ഗൗർകിഷോർ ബാബാജിക്കും ഉള്ളായിരുന്നു, നമുക്കും ഉള്ളൂ, എല്ലാവർക്കും നമ്മുടെ ഗുരുവിനോട് 27 മണിക്കൂർ. അവർക്ക് 28 മണിക്കൂർ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഉപാധി റൈറ്റ്, താങ്ക് യു. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഉപാധികള് ലിമിറ്റഡ് ആണ്. നമുക്ക് 2 കണ്ണേ ഉള്ളൂ. ഒരു കണ്ണ് ഭഗവാനെ കാണാനും ഒരു കണ്ണ് വായിക്കാനും ഉപയോഗിക്കാനൊക്കെ ഇല്ല. നമ്മുടെ ചെവികൾ 2 ഉള്ളൂ, ഒരേ കാര്യങ്ങൾ കേൾക്കാൻ പറ്റും ഒരേ സമയത്ത്. കൈകൾ 2 ഉള്ളൂ സേവ ചെയ്യാൻ, കാലുകൾ 2 ഉള്ളൂ. എല്ലാം നമുക്ക് ഇതൊന്നും കൂട്ടാൻ പറ്റില്ല. ഇതിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഭക്തി നമുക്ക് തീവ്രമാക്കണം. ഉപാധികൾ ലിമിറ്റഡ് ആണ്, ചെയ്യേണ്ടത് അൺലിമിറ്റഡുമാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? നമ്മൾക്ക് ഭക്തിയിൽ എന്തെങ്കിലും ചെയ്യാനുള്ള നമ്മുടെ കയ്യിലുള്ള ഉപാധികൾ വളരെ ലിമിറ്റഡും, നമുക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് അൺലിമിറ്റഡുമാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത്. ആ ലിമിറ്റഡ് റിസോഴ്സസിൽ ചെന്നുകൊണ്ട്, ലിമിറ്റഡ് സമയത്ത് നിന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ ഭക്തിയുടെ ക്വാളിറ്റിയും കൂട്ടണം, ക്വാണ്ടിറ്റിയും കൂട്ടണം. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് എങ്ങനെ ആദ്യം നമുക്കിത് വേണ്ടെന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ്. 24 മണിക്കൂറിൽ നമുക്ക് ഭക്തിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം 4-5 വർഷം കൊണ്ട് 16 മാലയോ 18 മാലയോ 20 മാലയോ ജപിക്കുന്ന ഒരു ഡിവോട്ടിയോട്, ഒരു മാതാജിയോട് അല്ലെങ്കിൽ പ്രഭുജിയോട്
നമ്മൾ പറയാണ് 2 മാല കൂട്ടം പറഞ്ഞപ്പോൾ അയ്യോ പ്രഭുജി ഒരു രക്ഷയില്ല, എവിടുന്ന് കൂട്ടും ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ അമ്പലത്തിൽ വരുന്ന ഒരു ലേഡി എന്നും രാവിലെ ഒരു മംഗളാരത്തിക്ക് വരുന്നത് വീണ്ടും അമ്പലത്തിനടുത്ത് തന്നെ ആവശ്യം. ഞാൻ ജപിച്ചോണ്ടിരിക്കുമ്പോൾ എന്റെ മുമ്പിൽ കൂടെയാണ് പോണത്. അപ്പോൾ അവർ ഒരുപാട് സേവ അമ്പലത്തിൽ ചെയ്യുന്നു, ഒരുപാട് സേവ ചെയ്യുന്ന അവര് കുക്കിംഗ് സേവ ചെയ്യുന്നുണ്ട്, ഈ ഡ്രസ്സിംഗ് സേവ, ഏതാണ്ട് ഒരുപാടൊക്കെ ഈ ഭഗവാന്റെ ആഭരണങ്ങളൊക്കെ ശരിയാക്കുന്നു, വാർ സേവ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്കാണ് അവര് താമസിക്കുന്നത്. ഭർത്താവ് അവര് വേറെ ഒരു സ്ത്രീയുടെ കൂടെ പോയതാണ്. ഒരു മോനുള്ളത് അവരുടെ കൂടെ അവർ ഒറ്റയ്ക്ക് ഇവിടെ വാടകയ്ക്ക് താമസിക്കുക. ഒരു ദിവസം ഞാൻ എന്തോ സംസാരിച്ചപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, മാതാജി എത്ര മാലയാണ് ചോദിക്കുക? 16 മാല കറക്റ്റ്. ഞാൻ പറഞ്ഞു എന്താ അത് കൂട്ടാത്തത്? സമയം കിട്ടുമല്ലോ ഈ സേവ ആ സേവ വീട്ടിലെ പിന്നെ എല്ലാം. അപ്പൊ ഒരു ദിവസം ഏകാദശി ദിവസമാണോ എന്തോ ഒരു വിശേഷം. ഞാൻ പറഞ്ഞു ഇന്ന് ഒരു കാര്യം ചെയ്യും, ഒരു 5 മാല എക്സ്ട്രാ ചെയ്യാമെന്ന് ചോദിച്ചു. 5 മാല എക്സ്ട്രാ ചെയ്യും. ചെയ്യാമെന്ന് പറഞ്ഞു. ഇതൊരു 2 ആഴ്ചയായി കഴിഞ്ഞാണ് ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞു. അവർ ചെയ്തു. എന്നോട് വൈകിട്ട് പറഞ്ഞു, പ്രഭുജി ഞാൻ ഇന്ന് 5 മാല എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. ഒത്തിരി സീനിയർ ഡ്യൂട്ടിയാണ്, എന്നെക്കാളൊക്കെ ഒത്തിരി സീനിയർ ഡ്യൂട്ടിയാണ്, എല്ലാം അറിയാം, നല്ല നോളജ് ഒക്കെ ഉള്ള ക്ലാസ്സുകളൊക്കെ എടുക്കണം. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നാളെ ചെയ്തുകൂടാ? ഇന്ന് 5 മാല ചെയ്തല്ലോ, നാളെ ചെയ്യുക, ബാക്കിയെല്ലാം ഒന്ന് സൈഡിൽ വെക്ക്. ഈ 21 മാലയെ 16 മാലയായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ മിനിമം 16 ചെയ്യണത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മിനിമം 21 ആണ്. പിന്നെ താഴെ ഇനിയും വരാൻ പറ്റില്ല. ഈ 2 ആഴ്ചയുള്ള ഒരു 21 റൗണ്ട്സ് ഇന്നും രാവിലെ പോയപ്പോൾ എന്നോട് പറഞ്ഞു താങ്ക് യു, ഞാൻ ഇന്നലെയും 21 മാല ജപിച്ചു. അപ്പൊ ആ ടൈം എവിടുന്ന് വന്നു? നിശ്ചയദാർഢ്യക്കുറവ്, നമുക്ക് സ്ട്രോങ് ഒരു എന്താ പറയുന്നത് ഡിസയർ നമ്മുടെ ഉള്ളിലില്ല, എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് ബാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ഭക്തി. അല്ല, നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്ന ഒരു ഉപാധി ഭക്തി കൃഷ്ണഭക്തിക്ക് വേണ്ടിയായിട്ടാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്, ഈ അവസരം തന്നിരിക്കുന്നത്. ബാക്കി ഭാര്യ, ഭർത്താവ്, കുടുംബം, ജോലി, ബിസിനസ് ഇതെല്ലാം ഈ ഭക്തിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുള്ളതല്ല ഭക്തി. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജൈ. ഒരുപാട് ധർമ്മങ്ങളുണ്ട്. ഭാര്യയുടെ ധർമ്മമുണ്ട്, അച്ഛന്റെ ധർമ്മമുണ്ട്, ടീച്ചറിന്റെ ധർമ്മമുണ്ട്, പോലീസിന്റെ ഉണ്ട്, മക്കളുടെ ഉണ്ട്, മരുമക്കളുടെ ഉണ്ട്, ഭർത്താവിന്റെ ഉണ്ട്. ഇതെല്ലാം ധർമ്മം മനുഷ്യനുണ്ട്. ഇതെല്ലാം ചെയ്തേ പറ്റൂ. ചെയ്തുകൊണ്ട് നമ്മൾ യഥോ ഭക്തിർ അധോക്ഷജൈ, അതാണ് പരോധർമ്മം. സവൈ പുംസാം പരോ, ഏറ്റവും വലിയ ധർമ്മം എന്താണ്? അത് ഭക്തിർ അധോക്ഷ, ഭഗവാന്റെ ഭക്തിയാണ് ഏറ്റവും വലിയ ധർമ്മം. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട, അതായത് മൾട്ടിപ്പിൾ പർപ്പസ്. നമ്മൾ ഇപ്പൊ ഒരു കസേര, ഈ കസേര കയറി നിന്നുകൊണ്ട് നമ്മൾ ബൾബ് മാറ്റാം, ടൈം പീസ് മാറ്റാം, വേറെ എന്തെങ്കിലും ചെയ്യാം, ചിലന്തി വരെയൊക്കെ അടിക്കാം. പക്ഷെ ഈ കസേരയുടെ യഥാർത്ഥ ധർമ്മം അതല്ല, ഇരുന്നു കൊണ്ട് സംസാരിക്കാനുള്ളതാണ് യഥാർത്ഥ ധർമ്മം. ആ ധർമ്മം ഇതിന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് വീട്ടിൽ സൂക്ഷിക്കില്ല. ചിലന്തി വരെ എന്തെങ്കിലും ചിലന്തി വരെ അടയ്ക്കാമല്ലോ, അല്ലെങ്കിൽ ക്ലോക്ക് നമ്മൾ സൂക്ഷിച്ചെടുത്ത് കളയും. അതേപോലെയാണ് മനുഷ്യ ശരീരം. ഈ കസേര എപ്രകാരം കസേരയുടെ ധർമ്മം ഇരിക്കാനുള്ളതാണോ അതേപോലെ നമ്മുടെ ശരീരം ഭക്തി ചെയ്യാനുള്ളതാണ്. ബാക്കി നമ്മൾ ചെയ്യുന്നതെല്ലാം ഈ ബൾബ് മാറ്റുന്നവരെ ക്ലോക്ക് ശരിയാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ചലന്തി വഴി അടിക്കുന്നത് പോലെയാണ് ശരീരം കൊണ്ട്. നമ്മൾ ഭാര്യയുടെ ധർമ്മം, ഭർത്താവിന്റെ ധർമ്മം, ആഹാരം പാചകം എല്ലാം അതേപോലെയുള്ളൂ. ഈ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനമായ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണഭക്തിയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഏത് ചെയ്യണം? നമ്മുടെ യഥാർത്ഥ ധർമ്മം ചെയ്യണം. ധർമ്മത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ത്യജിച്ചു കഴിഞ്ഞാൽ, ഈ എൻ്റെ ഒരു സെന്റൻസ് ജീവിതകാലം മൊത്തം നിങ്ങൾ മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചോണം. ധർമ്മത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും വേറൊരു കാര്യം ഉപേക്ഷിച്ചാൽ ധർമ്മം അതിനെ പ്രൊട്ടക്ട് ചെയ്യും. വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ധർമ്മത്തിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിന് ധർമ്മത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല, ആ കാര്യവും പ്രൊട്ടക്ട് ആയി, രണ്ടും നശിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പ്രവൃത്തി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആലോചിക്കേണ്ട കാര്യം, എനിക്കിന്ന് ഇത്ര റൗണ്ട് ജപിക്കണം, ഭാഗവതം വായിക്കണം, അല്ലെ കേൾക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ, അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാം പറ്റും, ചെയ്യാൻ പറ്റും. ഏത് സമയത്ത് നമ്മൾ എക്സ്ക്യൂസ്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ പറയാണ് ഒരു 2 മാല എക്സ്ട്രാ ജപിക്കുക അല്ലെങ്കിൽ ഭാഗവതം വായിക്കുക, ഒരു സമയമില്ല എന്ന് പറയുമ്പം, നമ്മൾ അങ്ങനെ തീരുമാനം ആദ്യം എടുക്കുമ്പം നമുക്ക് മായാദേവി നമ്മളെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും. മായാദേവി പറയും റൈറ്റ്, ആ ജഗത്പാലക ചൈതന്യ പ്രഭു എന്ന് പറഞ്ഞാൽ ആ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്, റിട്ടയർമെന്റ് ആയി, സമയമുണ്ട് ഇഷ്ടം പോലെ, നീ അതല്ല, നിനക്ക് ഈ ഉത്തരവാദിത്വം ഈ ഉത്തരവാദിത്വം നീ ചെയ്യേണ്ടെന്ന് പറയും. ആരാ പറയുന്നത്? മായാദേവി. നമ്മളെ കൺവിൻസ് ചെയ്യും, നമ്മുടെ ബുദ്ധി ഭ്രംശിക്കും. ബുദ്ധിഭ്രംശം അല്ല, ബുദ്ധിഭ്രംശം.
ഏത് സമയത്ത് അവിടെ ഇല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞാല്, വേറൊരാൾ പറഞ്ഞാല്, നരത്തമ്പ്രവ് പറഞ്ഞു ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ ഭക്തിദേവി നമ്മളെ സഹായിക്കും. നമുക്ക് അനുകൂല സാഹചര്യം കിട്ടും. നമ്മളെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ഭക്തിക്കും ഭഗവാനും അറിയാം, ഭക്തിദേവിക്കും അറിയാം, ഭഗവാനും അറിയാം. അവരതിനുള്ള സഹായം തരും. നമ്മുടെ ഉള്ളിൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, വളരെ തീവ്രമായ ആഗ്രഹം വേണം, ദൃഢനിശ്ചയം വേണം ചെയ്യാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഭക്തി ചെയ്യാൻ നമുക്ക് അനിവാര്യമാണ്. തീവ്രമായിട്ട് ആഗ്രഹിക്കണം, എനിക്ക് 24 മാല ജപിക്കണം, അല്ലെ 32 മാല ജപിക്കണം, എനിക്ക് ദീക്ഷ എടുക്കണം, എനിക്ക് ഭഗവാന്റെ സേവ ചെയ്യണം, എനിക്ക് ഭാഗവതം കേൾക്കണം, എനിക്ക് ഭാഗവതം വായിക്കണം. ഈ ദൃഢനിശ്ചയം നമ്മുടെ ഉള്ളിൽ വേണം. പിന്നെ അത് സാധൂകരിക്കാൻ, അതിനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അങ്ങനെ ആ ആഗ്രഹം, തീവ്രമായ ആഗ്രഹം ഉള്ളിൽ കൊണ്ടുവരണം. അത് ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്കതിനുള്ള അവസരങ്ങളും അനുഗ്രഹവും ലഭിക്കും. പക്ഷെ ഇന്ന് നമ്മളുടെ പ്രയാസം എന്ന് പറഞ്ഞാൽ, എന്താ വിളിച്ചോ മാതാജി, അവിടെ ഇന്നൊരു സത്സംഗം നമുക്ക് വരുന്നു, അയ്യോ മാതാജി എനിക്ക് പറ്റത്തില്ല, എനിക്കിതാ, തീർന്ന പ്രശ്നം. ഞാൻ നോക്കട്ടെ എന്ന് പറയാനുള്ള ധൈര്യം പോലും നമുക്കില്ല. അയ്യോ ഇന്നെങ്ങനെയാ പറ്റുന്നേ, ഇന്ന് അതാണല്ലോ ഇതാണല്ലോ. ഇതാണ് ഏറ്റവും ആവശ്യം. അതായത് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പൊ ഒരാള്, നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രം നമുക്ക് ഭക്തി മുമ്പോട്ട് പറ്റും. ഇപ്പൊ ഒരു ഇന്ദുമതി മാതാജി വേറൊരു മാതാജിയോട് പറയുന്നത്, മാതാജി ഇന്നടുത്തൊരു സത്സംഗം ഉണ്ട്, നമുക്കൊന്ന് പോകണം. അപ്പൊ ആ വ്യക്തി പറയാണ്, അയ്യോ എനിക്കിന്ന് സമയമില്ല, അങ്ങോട്ട് പോകണം, അവിടെ ഇന്ന ആള് വരുന്നുണ്ട്. തിരിച്ച് വീട്ടിലോട്ട് കയറുമ്പോ കാല് തെറ്റും, സംഭവിക്കാതിരിക്കട്ടെ, ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയണം, കാല് തെറ്റി വീണു, കാലൊന്ന് ഉളുക്കി, ഹോസ്പിറ്റലിൽ പോവോ പറഞ്ഞ കാര്യത്തിന് പോവും. അപ്പൊ അത് മാറ്റി വെക്കാൻ പറ്റുമല്ലോ. അതാണെങ്കിൽ കല്യാണമാകാം, ആരുടെയെങ്കിലും ഹൗസ് വാമിങ് ആകാം, പിറന്നാളാകാം, വേറെ എന്തെങ്കിലും ഗസ്റ്റ് വരുന്നതാകാം, അതെല്ലാം മാറ്റി വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകത്തില്ലേ? അതെങ്ങനെ സംഭവിച്ചതിന് സമയം ഇവിടുന്ന് കിട്ടി? അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നടക്കും. പക്ഷെ നമുക്ക് ചെയ്യാനുള്ള മനസ്സ് വേണം, തീവ്രമായ ആഗ്രഹം വേണം, ദൃഢനിശ്ചയം വേണം. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഞാൻ 16 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇതെന്റെ ദൃഢനിശ്ചയമാണ്. ഞാൻ എഴുന്നേക്കുന്ന 6 മണിക്കാണ് ഇന്ന്. നാളെ 1 മണിക്കൂർ മുമ്പ് ഞാൻ എണ്ണിറ്റ് നോക്കാം എന്ത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. കൂടുതൽ ഉറങ്ങിയോണ്ട് ആൾക്കാർക്ക് അസുഖം വന്നിട്ടുണ്ട്. 1-2 മണിക്കൂർ കുറച്ചുറങ്ങിയിട്ട് ഇന്ന് വരെ ആരും ഈ ലോകത്തിൽ മരിച്ചിട്ടില്ല. എവിടെങ്കിലും ന്യൂസിലോ ന്യൂസ് പേപ്പറിലോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു വ്യക്തി ഒരു ദിവസം 4 മണിക്കൂറോ 5 മണിക്കൂറോ ഉറങ്ങത്തുള്ളായിരുന്നു, അതുകൊണ്ട് ആ വ്യക്തി മരിച്ചു? എഴുന്നേറ്റ് നോക്ക്. ഞാൻ എന്നെ പുകഴ്ത്താൻ വേണ്ടി പറയല്ല. ഞാൻ ഇന്നും രാവിലെ എഴുന്നേറ്റ് 1:30-ക്കാണ്. 4:30 ആയപ്പോ എന്റെ 16 റൗണ്ട് കംപ്ലീറ്റ് ആയിരുന്നു. രാവിലെ 4:30. 5 മണിക്ക് അമ്പലം തുറക്കണം. 5 മണി ആയപ്പോഴത്തേക്ക് എന്റെ 20 റൗണ്ട്സ് ആയിരുന്നു. 10:30-ക്ക് എന്റെ 64 റൗണ്ട് കംപ്ലീറ്റ് ആയി. പിന്നെ എക്സ്ട്രാ റൗണ്ട് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത്. കാരണം ഈ ഹരിനാം ദീക്ഷ ഇത് വീക്ക് നടക്കുന്നുണ്ട്, എക്സ്ട്രാ 8 റൗണ്ട് ചെയ്യണം വിചാരിച്ചു. പക്ഷെ എന്റെ കണ്ണിന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. ഞാൻ വീട്ടിൽ വന്നു തിരിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾ 1:30-ക്ക് എണ്ണിക്കുന്നല്ലോ. 1 മണിക്കൂർ, അരമണിക്കൂർ, ഒരു ദിവസം ഒന്നിച്ച് വേണ്ട, ഒരു 15 മിനിറ്റ് നേരത്തെ എണ്ണിക്ക്. ഒരു 15 മിനിറ്റ്, 1 മാസം 2 മാസം 15 മിനിറ്റ് നേരത്തെ എണ്ണിച്ച് നോക്കുക. കംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ 15 മിനിറ്റ് പോകും. അറ്റ്ലീസ്റ്റ് 4 മണിക്ക് ഒരു ഭക്തർ എണ്ണിച്ചിരിക്കണം. കുളിച്ച് റെഡിയായി 5 മണിയാകുമ്പോൾ ജപിക്കുക. ശാന്തമായിരിക്കും അന്നേരം, മനസ്സും ഹൃദയവും സറൗണ്ടിങ് എല്ലാം ശാന്തം. ബ്രഹ്മ മുഹൂർത്തത്തിൽ ഇരുന്ന് 16 മാല ജപിച്ചു കഴിഞ്ഞാൽ പകൽ മൊത്തം നിങ്ങൾ ഫ്രീ ആയി. പിന്നെ ഇല്ലെങ്കിൽ 4 മാല ഇല്ല, പിന്നെ MSM എന്ന് പറഞ്ഞ മാർച്ച് സെപ്റ്റംബർ മാർച്ച് വരെ രാവിലെ 4 മാല, ഉച്ചയ്ക്ക് 4 മാല, വൈകിട്ട് രാത്രി 10 കഴിഞ്ഞ് 4 മാല. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭക്തി മുന്നോട്ട് പോകാൻ വരുന്നത്? എങ്ങനെ തീവ്രത വരും ഭക്തിയിൽ? അപ്പൊ തീവ്രമായ ആഗ്രഹങ്ങൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മളും ഈ സീരിയസ് സിൻസിയർ ഡിവോട്ടിയായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റൂമിൽ ഒരു ചെറിയ 0 വോൾട്ട് ലൈറ്റ് ഉണ്ട്. നമുക്ക് റൂമിലുള്ള വസ്തുക്കളൊക്കെ കാണാം. ആ റൂമിൽ 2 ട്യൂബ് ലൈറ്റ് ഉണ്ട്. വേറെ റൂമിൽ, അല്ലെങ്കിൽ ആ റൂമിൽ തന്നെ ഇത് 2 ട്യൂബ് ലൈറ്റ് ഉണ്ട്. കൂടുതലും വ്യക്തമാകുന്ന എവിടെയാണ്? ട്യൂബ് ലൈറ്റിലാണ്. പക്ഷെ രണ്ടിടത്തും കറണ്ട് ചെലവാകുന്നുണ്ട്. രണ്ടിടത്തും ലൈറ്റ് ഉണ്ട് എങ്കിൽ കൂടിയും പ്രകാശം കൂടുതൽ എവിടെയാണ്? ആ 2 ട്യൂബ് ലൈറ്റ് ആണ്. സിൻസിയർ സീരിയസ് ഡിവോട്ടി നമ്മളുമായിട്ടുള്ള വ്യത്യാസം ഇതാണ്. നമ്മൾ ജപിക്കുന്ന മന്ത്രം തന്നെയാണ് അവർ ജപിക്കുന്നത്. നമ്മൾ ജപിക്കുന്ന ഭാഗവതം തന്നെയാണ് അവരും വായിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന ലെക്ചറാണ് അവരും കേൾക്കുന്നത്. നമ്മൾ ഭജിക്കുന്ന ഭഗവാനെ തന്നെയാണ് അവരും ഭജിക്കുന്നത്.
നമ്മൾ കഴിക്കുന്ന പ്രസാദം തന്നെയാണ് അവരും കഴിക്കുന്നത്. പിന്നെ അവരെങ്ങനെയാണ് ഇത്രയും തീവ്രമായിട്ട് ഭക്തി ചെയ്യുന്നത്? അവരുടെ ഉള്ളിൽ ഇത്രയും പ്രകാശം എങ്ങനെയാണ്? നമ്മുടെ 0 വോൾട്ടും അവരുടെ ഈ സ്റ്റേഡിയത്തിലൊക്കെയുള്ള സ്പോട്ട് ലൈറ്റുമാണ്. കാരണം അവർക്ക് അവരുടെ ഭക്തിയിൽ തീവ്രത വരുത്താനുള്ള തീവ്രമായ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ആഗ്രഹം മാത്രമല്ല, അവരത് പ്രാവർത്തികമാക്കുന്നു. നമുക്ക് 0 വോൾട്ടായിട്ട് ഈ ജീവിതം നശിപ്പിക്കണോ, അതോ ഒരു സ്റ്റേഡിയത്തിലെ സ്പോട്ട് ലൈറ്റായിട്ട് ജീവിതത്തിൽ പുരോഗതി വരുത്തണം നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും നമുക്ക് മാത്രമേ ഉള്ളൂ. ഗുരുവിന് പോലും നമ്മളെ പറ്റത്തില്ല. ഗുരു ഉപദേശിക്കാനേ പറ്റുള്ളൂ. ചെയ്യേണ്ടത് നമ്മളാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി മുമ്പോട്ട് പറ്റൂ. അപ്പൊ ഇവിടെ അതായത് ഭക്തിയുടെ തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിയുടെ ഇമോഷൻ, ഇന്റൻഷൻ, ഇന്റൻസിറ്റി, ഭക്തിയിൽ ഇത് 3ഉം ഒരു ഘടകമാണ്. അത് ഇമോഷൻ എന്ന് പറയുമ്പോൾ മലയാളത്തില് പ്രഭുജി മലയാളത്തിൽ എന്താ ഇമോഷൻ എന്ന് പറയുമ്പോൾ? വികാരം. ഓക്കെ, വികാരം. നമ്മുടെ വികാരങ്ങൾ, ഭഗവാനുള്ള സ്നേഹം, ഭക്തരോടുള്ള സമീപനം, ഈ വികാരങ്ങൾ, ഇതിലുള്ള തീവ്രത. ഇന്റൻഷൻ, എന്താണ് എനിക്ക് ഈ ജീവിതത്തിൽ അച്ചീവ് ചെയ്യേണ്ടത്? ഒരു ഡൈല്യൂട്ട് അതിൽ പാടില്ല. എനിക്ക് കൃഷ്ണപാദാശ്രയം, കൃഷ്ണലോകത്തിൽ കൃഷ്ണ ഈ ജന്മത്തിൽ വേണം. പലപ്പോഴും നമ്മൾ എനിക്ക് 65 വയസ്സായി, ഞാൻ ഇവിടെയാണ്, ഇനി എങ്ങനെയാ പറ്റുന്നേ? 6 മാസം കൊണ്ടാണ് ധ്രുവ മഹാരാജ് പോയത്. 12 വർഷം കൊണ്ടാണ് അജാമിൾ പോയത്. അജാമിളിൽ നിന്നും മുകളിലാണോ നമ്മളല്ലേ? അത് പറ. ഇത്രയും നമ്മൾ ചിന്തിച്ചു നോക്കുക. എവിടെയാണ് അജാമിൾ? എവിടെയായിരുന്നു? അതിൽ നിന്ന് കുറച്ച് മുമ്പാണ് നമ്മൾ. അജാമിൾ അന്ന് നാമം ജപിക്കുന്നില്ലായിരുന്നു. അജാമിൾ അന്ന് ഭക്തരുടെ അസോസിയേഷൻ ഇല്ലായിരുന്നു. അജാമിൾ അന്ന് ദീക്ഷ കിട്ടിയിട്ടില്ലായിരുന്നു. 12 വർഷം കൊണ്ട് അജാമിൾ ഗോലവൃന്ദാനത്തിൽ പോയെങ്കിൽ നമുക്ക് പറ്റത്തില്ലേ? എന്തുകൊണ്ട് പറ്റില്ല? 2 കാര്യങ്ങൾ മതി. ദൃഢനിശ്ചയവും തീവ്രമായ ആഗ്രഹവും. ഇത് മനസ്സിൽ കൊണ്ടുക. ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാൻ, അല്ലെ 100% മാർക്ക് വാങ്ങിക്കാൻ, ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാൻ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 1 മാർക്ക് കുറഞ്ഞാൽ എന്ത് പറ്റും? ഒന്നും പറ്റില്ല. 99 മാർക്ക് കിട്ടുമ്പോഴും എല്ലാവരും അവനെ കുമാരനും കൈയടിക്കും. ഫസ്റ്റ് റാങ്ക് അല്ല, സെക്കൻഡ് റാങ്ക് ആകും. പക്ഷെ പാസ്സാകാൻ 40 മാർക്ക് വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടിയുടെ 1 മാർക്ക് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫെയിലാകും. അതാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് ഫസ്റ്റ് റാങ്കിന് വേണ്ടി പഠിക്കണം. അതിനുവേണ്ടി തീവ്രമായി പരിശ്രമിക്കണം. ആ ദൃഢനിശ്ചയം, ഈ ജന്മത്തിൽ എനിക്ക് ഗോലവൃന്ദാനത്തിൽ പോകണം, ഭഗവാന്റെ സേവ ചെയ്യണം, കൃഷ്ണപ്രേമം എനിക്ക് വേണം. സംഭവിച്ചില്ലെങ്കിൽ നത്തിങ്, വെറി, നോട്ട് വെറി. നമ്മൾ ഇവിടെ താഴോട്ട് എന്തായാലും പോയില്ലല്ലോ. ഇന്ന് ഏത് സ്ഥിതിയിലാണോ അതിൽ ഉത്തമമായ ഒരു ജന്മമായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മുടെ ആഗ്രഹം, നിശ്ചയം, ഭഗവാൻ അത് പേഴ്സണലി വാച്ച് ചെയ്യും. 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ടീച്ചർ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്ന ആരെയാണ്? ഏറ്റവും നല്ല കുട്ടിയെ, ഏറ്റവും പഠിക്കാത്ത കുട്ടിയെയും വാച്ച് ചെയ്യും. പഠിക്കാത്ത കുട്ടികൾ ക്ലാസ്സിൽ ഡിസ്റ്റർബ് ആയിരിക്കും. ഏറ്റവും നല്ലോണം പഠിക്കുന്ന കുട്ടിയും വാച്ച് ചെയ്യും. നമുക്ക് ഏറ്റവും നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് ആകേണ്ടത് ക്ലാസ്സിൽ. എങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കത്തുള്ളൂ. നമ്മൾ ഭഗവാനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പൊ ഇവിടെ തീവ്രമായ ആഗ്രഹങ്ങൾ നമുക്ക് വേണം, തീവ്രമായ ഇമോഷൻ വേണം, തീവ്രമായ ഇന്റൻസിറ്റി വേണം. അതിനേക്കാൾ ഒരു ഇന്റൻഷൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്റൻഷൻ, ഒരേ ഒരു ഇന്റൻഷൻ. ഭക്തി എന്തിനാ ചെയ്യുന്ന? ആരെയും കാണിക്കാനല്ല, ആരുടെയും നല്ലത് കേൾക്കാനല്ല. ആരെന്ത് പറഞ്ഞോട്ടെ, നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞോട്ടെ, കൃഷ്ണാസ് മേഴ്സി, പ്രഭാസ് മേഴ്സി, ഗുരുമഹാരാജ് മേഴ്സി. ആരെങ്കിലും ചീത്ത പറഞ്ഞോട്ടെ, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. മൈ കണക്ഷൻ, എന്റെ കണക്ഷൻ എന്റെ ഗുരുവായിട്ടാണ്, എനിക്ക് എന്റെ കണക്ഷൻ എന്റെ കൃഷ്ണനുമായിട്ടാണ്. ആരെന്ത് പറയുന്നു, ചേമ്പലപ്പുറത്ത് വെള്ളം പോലെ തള്ളിക്കളയുക. ഇന്റൻഷൻ എന്തുവാണ്? എനിക്ക് കൃഷ്ണപ്രേമം വേണം, എനിക്ക് ഗോലവൃന്ദാനത്തിൽ പോകണം. അപ്പൊ ഇന്റൻഷൻ വേണം, ഇന്റൻസിറ്റി വേണം, ഇമോഷൻ വേണം. ഇമോഷൻ ഇല്ല നമുക്ക് ഭക്തി മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇമോഷൻ വേണം. സ്നേഹം വരുന്ന ഇമോഷനിലാണ്. ഇമോഷൻ ഇല്ലാത്തവർക്ക് സ്നേഹം വരുന്നത് എങ്ങനെയാ? ഒരു വ്യക്തി, ഒരു സന്യാസി എടുക്കാൻ ഒരു ഗുരുവിന്റെ ചെന്ന് പറഞ്ഞു, ഗുരു, കഴിഞ്ഞ ആഴ്ച എന്റെ ഭാര്യ മരിച്ചുപോയി. ഒരു തുള്ളി കണ്ണുനീർ എന്റെ കണ്ണിൽ നിന്ന് വീണില്ല. അത്ര വിരക്തനാണ് ഞാൻ ഭൗതികമായി. എനിക്ക് സന്യാസം വേണം. ഗുരു പറഞ്ഞു, നിനക്ക് പക്വമായിട്ടില്ല, നീ പോയിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു.
ശരി, അയാൾ പോയി. കുറെ ദിവസം കഴിഞ്ഞ് വേറൊരു വ്യക്തി വന്നു. ഗുരു, കഴിഞ്ഞ ആഴ്ച എന്റെ ഭാര്യ മരിച്ചുപോയി, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഞാൻ അവക്കില്ല, അവളില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഇനി സന്യസിച്ചാൽ മതി, എനിക്ക് സന്യാസം വേണം. ഗുരു പറഞ്ഞു, ഓക്കെ, നീ വാ, കുളിച്ചിട്ട് നമുക്ക് സന്യാസം ദീക്ഷ. അപ്പൊ മറ്റുള്ള ശിഷ്യന്മാർ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ആ വ്യക്തിക്ക് വളരെ വ്യക്തിയായിരുന്നു, ഇയാൾ വളരെ ആസക്തിയാണ്, ഇയാൾക്ക് ദീക്ഷ തയ്യപ്പെടുത്തില്ല. ഗുരുവരെ പറഞ്ഞത് ഇതാണ്, ആദ്യം വന്ന് അവന് വികാരമില്ലാത്തവർ എങ്ങനെയാണ് കൃഷ്ണനെ സ്നേഹിക്കാൻ കഴിയുക? സ്വന്തം ഭാര്യയോട് ഇത്രയും വർഷം അവനോടൊപ്പം ജീവിച്ച ഭാര്യ മരിച്ചിട്ട് ഒരു തുള്ളി കണ്ണീരില്ലാത്ത വ്യക്തി കൃഷ്ണന് വേണ്ടി എങ്ങനെയാണ് കരയുന്നത്? അവന് ഭാര്യയോട് സ്നേഹമുണ്ട്, ഭാര്യയ്ക്ക് വേണ്ടി കരഞ്ഞു. ആ കരച്ചിൽ നിന്നും അവന് ഭൗതികമായി വിരക്തി വന്നു. അവന് വികാരമുണ്ട്, ആ വികാരത്തിനെ എനിക്കൊന്ന് ഡൈവേർട്ട് ചെയ്ത് കൊടുത്താൽ മതി കൃഷ്ണനിലോട്ട്, എന്റെ കാര്യം ഈസിയായി. പറഞ്ഞതിന്റെ അർത്ഥം വി ഷുഡ് ബി ഇമോഷണൽ. അപ്പൊ ഇവിടെ ഇനി ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആധ്യാത്മിക കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യമാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ജപം, പിന്നെയാണ് കീർത്തനം, പിന്നെയാണ് ശ്രവണം. ശ്രവണം കീർത്തനം ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളിപ്പോ ജപമാണ് ഇപ്പൊ ഈ സ്റ്റേജിൽ നമുക്ക്. ഇത് ആ ശ്രവണം കീർത്തനം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജാണ്. ശ്രവണം കീർത്തനം പിന്നെയും കീർത്തനമാണ്. ശ്രവണം കീർത്തനം കഴിഞ്ഞു ഇനി നമ്മുടെ കീർത്തനത്തിലാണ് നമ്മൾ. കീർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം നമുക്ക് നാമജപത്തിൽ വരാം. നാമജപം എന്ന് പറഞ്ഞാൽ എന്താ? ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് നാമം നാമിയും ഒന്നാണ് നിങ്ങൾ കേട്ട് കാണും. അതായത് കൃഷ്ണന്റെ ശബ്ദരൂപ അവതാരമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. മഹാമന്ത്രം ജപിക്കുമ്പം നമുക്ക് ഭഗവാനുമായിട്ടുള്ള അസോസിയേഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. നാമജം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ ഒരു ഗെയിം അല്ലിത്, നമ്പറിന്റെ ഗെയിം അതല്ല. 4, 16, 18 നമ്മൾ അതിലാണ് കൂടുതലും. 16 മലയോ, ഞാൻ 18 മലയെ വെച്ചു, ഞാൻ 22, 32 മലയെ വെച്ചു, അതല്ല. എങ്ങനെ ജപിച്ചു അതാണ് ഇഷ്ടം, അതാണ് മുഖ്യം. അറ്റൻറ്റീവ് ചാണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റൻറ്റീവ് ചാണ്ടിങ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്നും വരുന്ന ശബ്ദത്തെ വെളിയിലോട്ട് പോകാതെ അത് നമ്മുടെ ശ്രവണേന്ദ്രിയത്തോട് ഉള്ളിൽ കൊണ്ടുവരും. ഓരോ മന്ത്രത്തിലുമല്ല, ഓരോ വാക്കുകളിലും, ഓരോ അക്ഷരത്തിലും നമ്മുടെ ശ്രദ്ധ വേണം. ആ അക്ഷരം നമ്മുടെ ഉള്ളിൽ പോകണം. പ്രഭുപാദന്റെ ഭാഷയിൽ അറ്റൻറ്റീവ് ചാണ്ടിങ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ചാന്റ് ആൻഡ് ഹിയർ. കേൾക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ കേൾക്കണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞപ്പം ഏതോ ഡിവോട്ടി ഇത് ഓഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ബാക്കി ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാതെ കുട്ടികൾ നമുക്ക് വരും. അവര് ആ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ശബ്ദം കേൾക്കാം, പക്ഷെ ശബ്ദമേ കേൾക്കുള്ളൂ. അതെന്താന്ന് പറഞ്ഞത് ഇപ്പൊ അവർ ചോദിച്ചാൽ അവർക്കറിയില്ല. അതേപോലെ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജയിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കിയിരുന്നു ജയിക്കും, ഇങ്ങോട്ട് നോക്കിയിരുന്നു ജയിക്കുമ്പോൾ നമ്മുടെ ശബ്ദം ഉള്ളിൽ പോകും, പക്ഷെ അത് വ്യക്തത കാണില്ല. അറ്റൻറ്റീവ് ചാണ്ടിങ്ങിന് തടസ്സം നിൽക്കുന്ന 2 അവയവങ്ങൾ നമ്മുടെ ശരീരത്തിൽ, ഒന്ന് ചെവിയും 2 കണ്ണുമാണ്. കണ്ണുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാണുകയാണ്. ഇപ്പൊ ഒരു വ്യക്തി പോകുന്നു, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് പേര് അദ്ദേഹത്തിന്റെ പേര് പറയപ്പെടുന്നുണ്ട്, നരോത്തം പോകുന്നു, ഞാൻ കാണും, ഞാൻ ജയിക്കുകയാണെങ്കിൽ പിന്നെ എന്റെ മനസ്സിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ കാര്യങ്ങളായിരിക്കും മൊത്തം വരുന്നത്. ഹരേ കൃഷ്ണനോട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇനി പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ, പട്ടി കുറയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പട്ടിയുടെ പുറകെ മനസ്സും. കണ്ണടച്ചുകൊണ്ട് ജപിക്കുന്നതും റെക്കമെൻഡ് ചെയ്തിട്ടില്ല ഇസ്കോണിൽ അല്ലെ പ്രഭുപാദ്. കാര്യം കണ്ണടച്ചു കഴിഞ്ഞാൽ ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നമ്മൾ പറയുന്ന പകുതി കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നാസികാഗ്രഹത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ജപിക്കാൻ പറ്റും. കണ്ണടച്ചുകൊണ്ട് ആർക്കെങ്കിലും 16 മാല ജപിക്കാൻ കഴിയുമെങ്കിൽ ദാറ്റ്സ് ഗുഡ്. 2 ചെവിയാണ്. അതിനാണ് ഞാൻ ഈ പറഞ്ഞത്, ബ്രഹ്മമുഹൂർത്തം ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഒരു ശബ്ദമില്ല, ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ളവർ വീടുകളിൽ മാത്രം ജപിക്കുന്നതാണെങ്കിൽ വീട്ടിലെല്ലാവരും ഉറങ്ങുമായിരിക്കും, നമുക്ക് സുഖമായിട്ടും ജപിക്കാം. എനിക്ക് വീട്ടിൽ നിന്ന് ജപിക്കുന്ന ഇഷ്ടമാണെന്ന് ഞാൻ അമ്പലത്തിൽ പോലും ചെയ്യാൻ. ഞാൻ ഇത്രയും രാവിലെ എഴുന്നേൽക്കേണ്ട ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അറ്റ്ലീസ്റ്റ് 16 റൗണ്ട് എനിക്ക് ശാന്തമായിട്ടും ജപിക്കാൻ പറ്റും. ഒരു ഡിസ്റ്റർബ്, ഒരു അമ്പലത്തിൽ സെക്യൂരിറ്റി ഉണ്ട്, സെക്യൂരിറ്റി അവിടെ നിന്ന് ഉറങ്ങുമായിരിക്കും, ഞാൻ വീണ്ടും ജപിക്കുമായിരിക്കും. അമ്പലം അടച്ചിട്ടിരിക്കുമായിരിക്കും. അമ്പലം തുറക്കം വേണേ അകത്ത് കയറാം, പക്ഷെ ഞാൻ വെളിയിൽ നിന്ന് ജപിക്കാറുണ്ടോ. കാര്യം ഇടയ്ക്ക് അവിടെ ഈ അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൂത്തു അടയ്ക്കാൻ വരുന്നവരുണ്ട്, പ്രഭാന്റെ ഡ്രസ്സിന് വരുന്നവരുണ്ട്. അതൊക്കെ എനിക്ക് ഡിസ്റ്റർബ് ആണ്ട് വിചാരിച്ച് വെളിയിൽ നിന്ന് ജപിക്കുന്നത്. എപ്പോഴും വെച്ച് മാറുമൊന്നും വേണ്ടല്ലോ. അറ്റൻറ്റീവ് ചാണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് 2 പോകുന്ന മനസ്സിനെ പിടിച്ചു കൊണ്ടുവരിക തിരിച്ച്.
മനസ്സ് പോകും, മനസ്സിന്റെ സ്വഭാവമാണ് പോകുന്നുള്ളത്, അത് പോയിരിക്കും. ആ മനസ്സിനെ തിരിച്ച് കൊണ്ടുവരിക എവിടെ? നമ്മളുടെ അരിനാം ജപത്തില്, അല്ലെങ്കിൽ ഞാൻ കൂടുതലും മാലയിലാണ് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മാല, ഈ മണിയെ ഞാൻ വലുതായിട്ട് മനസ്സിൽ ധ്യാനം കണ്ടോണ്ട് ഓരോ മണിയും മാറുന്നതായിട്ട് ധ്യാനിക്കും. അവിടുന്ന് മനസ്സ് പോവും. ഒരു മാലയല്ല, ഒരു മന്ത്രത്തിൽ ചിലപ്പോൾ ഒരു വാക്കിൽ തന്നെ ഹരേശ്വരം മനസ്സ് ഓടിപ്പോവും. മനസ്സിന്റെ സ്വഭാവമാണത്. മനസ്സിൽ വിചാരിക്കുന്നത് ഇന്നലെ വരെ ഞാൻ പറയുന്ന കേട്ടോണ്ട് ഇവൻ പറയുന്നത് ഞാൻ ഇതിന് കേൾക്കണം, ഞാൻ പോയി. മനസ്സിനോട് പറയണം, പ്ലീസ് കം, നിനക്ക് ഞാൻ വേറെ അവസരം തരാം, ഇപ്പൊ ഞാൻ ഒരു 2 മണിക്കൂർ ജപിച്ചോട്ടെ, ബാ ഇരിക്കും എന്റെ കൂടെ. മനസ്സിനോട് പറയണം. പറയണമെന്ന് പറഞ്ഞാൽ കുറച്ച് പറയണ്ട, വിചാരിച്ചാൽ മതി, പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ് കം. എന്നിട്ട് നമ്മൾ ജപിക്കുക. നമ്മുടെ ആധ്യാത്മിക ഗുരുവിനെ മനസ്സിൽ ധ്യാനിക്കുക. ഗുരുവിന്റെ അടുത്തിരുന്ന് ജപിക്കുന്ന, ഗുരു നിന്റെ ഒറ്റടുത്ത് ഇരുന്ന് ജപിക്കുന്നുണ്ട്, ഞാൻ ഗുരുവിന്റെ അടുത്തിരിക്കുന്നത് വിചാരിച്ചുകൊണ്ട് ജപിക്കുക. ഓരോ മന്ത്രം കഴിയുമ്പോഴും, അല്ലെങ്കിൽ ഓരോ മന്ത്രം കഴിയുമ്പോൾ പ്രണതി ചെല്ലുമ്പം അതിൻ്റെ കൂടെ നാമ ആചാര്യ ഹരിദാസ് ഠാക്കൂറിനെ ധ്യാനിക്കുക. നിനക്ക് മനസ്സിനെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിലൊക്കെ ഈ സമയത്ത് വരുന്ന ചിന്തകൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ചതോ അതൊക്കെ ചിന്തകൾ വരും. അതൊക്കെ ഡസ്റ്റ് പൊടി പിടിച്ച് മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം വരുന്നത്. അത് പോവുകയാണ്, പൊയ്ക്കോട്ടെ അത് മനസ്സിൽ. നമ്മുടെ ഈ ഉദാഹരണം ഒരുപാട് പ്രാവശ്യം കേട്ട് കാണും. ഒത്തിരി കാലം അടച്ചിട്ട റൂം തുടച്ചു വരുമ്പോൾ ഒരുപാട് പൊടികൾ വരുമെന്ന്. അതേപോലെയാണ് മനസ്സ്. എത്രയോ ജന്മങ്ങളിലെ വാസന കിടക്കുകയാണ്. ഈ 65-70 വയസ്സിൽ ചിലപ്പോൾ തെറ്റായ ചിന്തകൾ വരാം. കാരണം അത് മനസ്സിൽ കിടക്ക, മനസ്സിന് പ്രായമായിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന, ആ ചിന്തകളെ ഇവിടെ നിർത്തുക, അകത്തോട്ട് വരാൻ സമ്മതിക്കുക. അത് നമുക്കാണ് അധികാരമുണ്ട്. ചിന്തകളെ എന്ത് ചിന്തയിൽ വരണമെന്ന് നമുക്ക് ഇപ്പൊ നമുക്ക് ഈ സ്റ്റേജിൽ പറ്റില്ല. ഈ ചില ചിന്തകൾ വരുമ്പം ആ ചിന്തകള് നമ്മുടെ ബുദ്ധിയെ കീഴടക്കാൻ അതിന് വെളിയിൽ നിർത്തണം. അകത്ത് കൊണ്ടുപോയി അതിനിട്ട് താലോലിക്കാതിരുന്നാൽ മാത്രം മതി. എത്ര തെറ്റായ ചിന്തകളായിക്കോട്ടെ, ആ ചിന്തകൾ വരുമ്പം, പ്രത്യേകിച്ച് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും അതാകാം, ആ ചിന്തകൾ വരുമ്പോൾ നമ്മൾ അതിന് ഇത് കൊടുക്കാതിരിക്കുക. എന്താ പറഞ്ഞേ, അതിനൊരു വില കൊടുക്കാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും വരികയാണെങ്കിൽ, നിങ്ങൾ ആ അടുക്കലും പോവുകയാണ്, അവർ നിങ്ങളെ വേണ്ട വിധം സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ വീട്ടിൽ പിന്നെ പോകും. നിങ്ങൾ പോയത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ പോയത് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ പിന്നെ ആ വീട്ടിൽ പോകില്ല, ആ വ്യക്തിയുടെ മിണ്ടില്ല. അതേപോലെയാണ് മനസ്സ് നമ്മൾ എന്റർടൈൻ ചെയ്യുമ്പോഴാണ് മനസ്സിന് കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നുന്നത്. ഓരോ ദിവസത്തെ ജപം കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്ന വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങളോടൊക്കെ എനിക്ക് അത്രയധികം സ്നേഹമുള്ളതുകൊണ്ടാണ് പറയുന്നത്. എന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ഇന്നും ജപിച്ചു കഴിയുമ്പോൾ നിത്യാനന്ദ പ്രഭുവിനോടും പ്രഭുപാദനോടും ഗുരുമഹാരാജിനോടും മാപ്പ് ചോദിക്കാറുണ്ട്. ഇന്നത്തെ ഞാൻ അശ്രദ്ധമായിട്ട് ജപിച്ചതിന്, അപരാധമായിട്ട് ജപിച്ചതിന് എനിക്ക് മാപ്പ് തരണം. അതിന് പ്രായശ്ചിത്തമായിട്ട് ഞാൻ ഒരു മാല വീണ്ടും ജപിക്കുകയാണ്. എനിക്ക് മാപ്പ് തരണം. നാളെ ശ്രദ്ധയോടും ഭക്തിയോടും ജപിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ഇതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ 64 മാലയാണ് ദിവസം ജപിക്കുന്നത്. ഞാൻ 65 ജപിക്കും, ഒരു മാല എക്സ്ട്രാ ജപിക്കും. ഞാനിത് പറഞ്ഞത് വളരെ കോൺഫിഡൻഷ്യൽ മാറ്റർ. ഞാൻ ആരോടും സംസാരിക്കാത്ത കാര്യം. ഇന്ന് നിങ്ങളോട് എത്ര സ്നേഹമുണ്ടെന്ന് പറയാം. ആർക്കെങ്കിലും വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. എന്നും നമ്മൾ ഭഗവാന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു. ചിലപ്പോൾ നമുക്ക് നാണുന്നു, എന്റെ 10 ദിവസം പ്രാർത്ഥിച്ച് എന്നും നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എന്താ ഈ ശ്രദ്ധയോട് പ്രാർത്ഥിക്കാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഭഗവാൻ വിചാരിക്കുന്നു അപ്പൊ എന്നും അശ്രദ്ധയാണോ? ഭഗവാൻ അറിയാം. ഭഗവാൻ 1000 കോടി ഭക്തരുടെ ജീവിതം കണ്ടിട്ടുള്ളതാണ്. നമ്മൾ എത്ര വർഷങ്ങളെടുക്കും നമുക്ക് ശുദ്ധനാമം ജപിക്കാനായിട്ട്. അപ്പൊ നമ്മൾ എന്നും പ്രാർത്ഥിക്കുക ഭഗവാനോട്, ഇന്നത്തെ നാമാപരാധം, ഇന്നത്തെ അശ്രദ്ധ മൂലം ഞാൻ ജപിച്ചതിന് എനിക്ക് മാപ്പ് തരണം. നാളെ ജപിക്കാൻ ശ്രദ്ധയോടും ഭക്തിയോടും ജപിക്കാൻ എനിക്ക് ശക്തി തരണം. ഇത് എന്നും പ്രാർത്ഥിക്കുക. ജപത്തിന് മുമ്പും ജപം കഴിഞ്ഞും എപ്പോഴും അമ്പലത്തിൽപ്പെട്ട് നമ്മൾ പിന്നെ എന്തുവാ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്? നടുവേദന മാറാനോ, കാലുവേദന മാറാനോ? ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതൊക്കെയാണ് അവിടുത്തെ പരീക്ഷണങ്ങളിലുള്ള ശക്തി. എനിക്കിതാ പരീക്ഷണങ്ങൾ നടത്തരുന്നല്ല, എനിക്ക് കാലുവേദനയും മുട്ടുവേദനയും പ്രയാസം വരുന്നില്ല. അതെല്ലാം അവിടുത്തെ പ്രസാദങ്ങളാണ്. ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരിക എന്നുള്ളത് ഭഗവത് കൃപയാണ്. അത് മനസ്സിലാക്കണം നമ്മൾ. ഉദാഹരണം നിങ്ങൾ കണ്ടു കാണും, ഒരുപാട് ആടുകളെ ഈ വടക്കേന്ത്യയിലേക്കാണ്, കേരളത്തിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം 100 കണക്കിന് ആടുകളെയും പശുക്കളെയൊക്കെ മേയിച്ചുകൊണ്ട് വടിയും കൊണ്ട് ഒരാൾ പോകും. അയാൾ ഏറ്റവും പുറകിലായിരിക്കും. ചിലപ്പം മുമ്പിൽ ഒരാളും കാണും. ഇതിന്റെ ഇടയ്ക്ക് ചില ആടുകൾ പച്ചല കണ്ടിട്ടോ അല്ലെ പച്ചില സൈഡിലോട്ട് പോകും. സൈഡിലോട്ട് പോകുമ്പോൾ ഈ വ്യക്തി എന്താ ചെയ്യുന്നത്? പടി കൊണ്ടൊരു കൊട്ടു കൊടുക്കും അതിന്. അവിടെ ഞാൻ ഓടി വന്ന് ഇലയിൽ കയറും. എന്തിനാ കൊട്ടുന്നേ? നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീ അപകടത്തിലായിട്ട് പോകുന്നു, ഇവരുടെ കൂടെ പോയാൽ നീ സുരക്ഷിതരാണ്. അതേപോലെ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഭക്തി വഴിവിട്ട് വെളിയിലോട്ട് പോകുമ്പോൾ
നമ്മളുടെ ഭക്തരുടെ സംഘ അസോസിയേഷൻ നമ്മൾ വെളിയിൽ പോകുമ്പോൾ കൃഷ്ണനോട് പൊട്ടിരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ട്. അത് നമ്മളെ നേരായ മാർഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, നേരായ വഴി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രോബ്ലംസ് വരുമ്പോഴും, ഭൗതികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ, ആധ്യാത്മികമല്ല, ആധ്യാത്മികത്തിന്റെ പ്രശ്നത്തെ കാരണം നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഭൗതികമായ ബുദ്ധിമുട്ടുകളെല്ലാം സാമ്പത്തികമാകാം, ദാമ്പത്യമാകാം, കുടുംബപരമാകാം, സാമൂഹ്യപരമാകാം, എന്തെങ്കിലും ആകാം, ആരോഗ്യപരമാകാം. അന്നേരം വിചാരിച്ചോളം ഞാൻ എന്തോ തെറ്റിയതിന് കൃഷ്ണൻ എനിക്കത് ശിക്ഷയാണ്. ഭഗവാനെ, ഇത് നേരിടാനുള്ള ശക്തി അങ്ങ് എനിക്ക് തരണേ. അങ്ങ് തന്നിട്ട് ഞാൻ പ്രസാദമായിട്ട് സ്വീകരിക്കുന്നു. എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതായിരിക്കാം, എന്റെ കർമ്മദോഷമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ അത് നേരിടാനുള്ള ശക്തി എനിക്ക്. ഇതാണ് പറയേണ്ടത്. അല്ലാതെ ഇത് മാറണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണ്ട. അത് കൃഷ്ണൻ അതിന്റെ സമയത്ത് മാറ്റിക്കോളും. 10ാമത്തെ അധ്യായത്തില് 10ാമത്തെ സ്കന്ധത്തില് 14ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം വളരെ പ്രശ്നമാണ്. തത്യ അനുകമ്പ സുസമീക്ഷമാണ് പുഞ്ചാനകൃതി ഭാഗം പറഞ്ഞ ശ്ലോകം വരുന്നുണ്ട്. 10.14.8 എല്ലാവരും ഒറ്റ വായിച്ചു നോക്കുക. അതിനകത്ത് പറയുന്നുണ്ട്, ഈ നമ്മൾ ഭക്തിയിൽ വരുന്നു, ഇനിയും കൃഷ്ണകൃപ കിട്ടുന്ന ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റ് ക്ഷമയോട് കാത്തിരിക്കുക, വരുന്ന എന്ത് സഹിക്കുക. ആത്മകൃതി എന്റെ കർമ്മം കൊണ്ടാണെന്നുള്ളത് സഹിച്ചിട്ട് വാക് വപു വിഭാഗം, ശബ്ദം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഭഗവാന്റെ സേവ ചെയ്യുക. ഇതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നവർക്ക് അവസാനത്തെ പറഞ്ഞു തത്യ അനുകമ്പം സുസമേഷമാണ് പുഞ്ചാനാം ഏവ ആത്മകൃത് വിഭാഗം ബഹു വിധാൻ നമസ്തേ പുഞ്ചാനാം ഏവ. അവർക്ക് മോക്ഷം അവരുടെ ജന്മസിദ്ധ അധികാരം. എപ്രകാരം ഒരു പിതാവിന്റെ സ്വത്തിന് പുത്രൻ അവകാശമാണ്. അത് കോടതി കൊണ്ട് കേസ് കൊടുത്ത് വാങ്ങിക്കേണ്ടതല്ല, അത് അവന്റെയാണ്. പിതാവ് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്വത്തിന്റെ അവകാശ പ്രകാരമാണോ ആ വ്യക്തി, അതേപോലെ മോക്ഷത്തിന് അല്ലെങ്കിൽ മുക്തിക്ക് ആ വ്യക്തി അവകാശിയാണ്, അർഹനാണ്. ഏത് വ്യക്തി? ഈ സമയത്ത്, അതായത് ഭക്തിയിൽ വന്നതിന് ശേഷം കൃഷ്ണകൃപ കിട്ടുന്നതിന് വരെയുള്ള കാലത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ ക്ഷമയോടെ സഹിച്ച് ഭഗവത് സേവ ചെയ്യുന്ന വ്യക്തി മോക്ഷത്തിന് അർഹനാണെന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും വലുത് അത് ജപത്തിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ സമയമായി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ചെയ്യാം. എനിക്ക് ഇപ്പോൾ 2 ക്ലാസ് കൊണ്ട് ചെയ്യാനുണ്ട്. പറഞ്ഞാൽ ഇതൊന്നും പറയാനൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ കൃഷ്ണകൃപയാണെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് വന്നുപോയതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ചർച്ച, ജപത്തിനെ കുറിച്ച് ഇനിയും ചർച്ച ചെയ്യാനുള്ളത്. നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതൊക്കെ പറയാം. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഞാന് രാവിലെ ജപിക്കാൻ പോകുമ്പോൾ ഈ ഒരു സാധനം എന്റെ പോക്കറ്റിൽ ഇരിക്കും. ഞാൻ വായിക്കാം. I am sorry that I am unable to speak with you right now as my chanting not yet completed. If it is not very urgent, may I call you later? Please pardon me. Hare Krishna. സോറി എന്നാണ് ഏറ്റവും മേളിൽ എഴുതിയേക്കുന്നത്. അതായത് എഴുതിയേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ഷമിക്കണം, എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല, കാരണം എന്റെ ജപം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വളരെ അത്യാവശ്യം അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ വിളിക്കാം, എന്നോട് ക്ഷമിക്കാം. ഇതെന്റെ പോക്കറ്റിൽ ഇരിക്കും. അനാവശ്യമായിട്ട് ആരെങ്കിലും വന്ന് സംസാരിച്ചാൽ ഞാൻ എടുത്ത് കൈ കൊടുക്കും. അത് ഹിന്ദിയിലും ഉണ്ട് ഒരു സൈഡിൽ മലയാളത്തിൽ ഇംഗ്ലീഷിലും ഉണ്ട്. എന്റെ സീനിയർ ഡിവോട്ടീസ് വന്നു ചോദിച്ചാൽ ഞാൻ അവരെ കാണിക്കത്തില്ല. ഇപ്പൊ എന്റെ കൗൺസിലറോ അല്ലെങ്കിൽ ടെമ്പിൾ പ്രസിഡന്റോ എന്തെങ്കിലും വന്ന് അവരെ ആവശ്യമില്ലാത്ത സംസാരിക്കത്തുമില്ല. ഇത് ഞാൻ വെച്ചേക്കുന്ന 2 കാര്യത്തിനാണ്. ഒന്ന്, ഇതുള്ളതുകൊണ്ട് ഞാൻ ആരോട് സംസാരിക്കുന്നത്, ഞാൻ വലിയ ടോക്കറ്റീവ് വരും നേരത്തെ. ഞാൻ ആരോട് കാര്യം ഇത് പോക്കറ്റിരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ തോന്നില്ല. വളരെയധികം കൺട്രോളായി, ഇനിയും കൺട്രോൾ ആകാൻ ബാക്കിയുണ്ട്. ഇത് നിങ്ങൾ വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അത്ര ഇമ്പോർട്ടന്റ് ആണ് ജപം. ഇതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ദയവായി സംസാരിക്കും. ഞാനിപ്പം 8:30 കിടക്കുന്നത്. ആഹാരം 6:30 കഴിക്കും, 8:30 കിടക്കും. 8:00 കിടക്കുമ്പോൾ 9 മണിയാകുമ്പോൾ ഇപ്പൊ ഇടന്നുകൊണ്ട് ഇപ്പൊ തന്നെ ഇമ്പോർട്ടന്റ് മെസ്സേജ് വല്ലതും നോക്കുമല്ലേ, ഫോണിലുണ്ടെങ്കിൽ 9 മണിക്ക് പിന്നെ രാവിലെ 1:30 എഴുന്നേൽക്കണമെങ്കിൽ 8:30 കടന്നേ പറ്റൂ. അതുകൊണ്ടുകൂടിയാണ് ഇപ്പൊ നിർത്തുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചോദിക്കാം. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. വളരെ നല്ല ക്ലാസ്. ഒത്തിരി കേൾക്കാൻ ഇനിയും ഞങ്ങൾക്കുണ്ട്. ഒന്നും പ്രഭു പറഞ്ഞ ഈ ലെവലിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ലാത്ത അവസ്ഥയാണ്. ഒന്നും ആയിട്ടില്ല പ്രഭു പറഞ്ഞ ഈ ലെവലിൽ ഒന്നും പറയാനുള്ള ക്വാളിഫിക്കേഷനും ഇല്ല, അതിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കേട്ടിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുക പ്രഭു.
രണ്ട് കാര്യങ്ങളാണ് പറയണം. ഒന്ന്, എന്റെ അവസ്ഥ അതൊക്കത്തിലാണ്. ഞാൻ എക്സോൾട്ടഡ് ഡ്യൂട്ടി ഒന്നുമല്ല, ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, ഹൃദയപൂർവ്വം പരിശ്രമിക്കണം, അത്രേ ഉള്ളൂ. രണ്ട്, മതം തുടങ്ങുക. ചൈനീസ് ഒരു പ്രോവർബ് ഉണ്ട്, ഇംഗ്ലീഷ് അത് ജേർണി ഓഫ് 1000 feet സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്റ്റെപ്പ്. 1000 അടി ദൂരമുള്ള ഒരു യാത്ര തുടങ്ങുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന്. ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 999 ബാക്കിയുള്ളൂ. തുടങ്ങിയില്ലെങ്കിലോ? ഇന്ന് ഈ നിമിഷം മുതൽ മതം ചിന്തിച്ച് തുടങ്ങും. എനിക്ക് ചെയ്യണം, എനിക്ക് ആഗ്രഹം ചെയ്യണം, നാളെ മുതൽ തുടങ്ങും, ഇന്ന് മുതൽ തുടങ്ങും. നമ്മൾ ഏത് അവസ്ഥയിലാണ് അങ്ങോട്ട് പോകണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തല്ലേ പറ്റൂ. ചെയ്യുക. അതെ അതെ ഒരു എത്ര മാലയെ ജപിക്കുന്നേ? 16. 2 മാല കൂട്ടാൻ നോക്ക്. അതിൽ തന്നെ ശ്രദ്ധ വരണില്ല പ്രഭു. ഇടയ്ക്ക് ശ്രദ്ധയൊന്നും തീരെ വരുന്നില്ല പ്രഭു. ശ്രദ്ധ പെട്ടെന്ന് വരത്തില്ല മാതാജി. വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, വരും, വരാതിരിക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു മന്ത്രം മാതാജി വിചാരിക്കുക, അല്ല എല്ലാവരോടും പറഞ്ഞു, മാതാജി മാത്രമല്ല, ഈ മന്ത്രം ഇത് എന്റെ ജീവിതത്തിലെ ലാസ്റ്റ് മന്ത്രമാണ്. ഈ മന്ത്രം കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ മരിച്ചു, എന്ത് ചെയ്യും? എങ്ങനെ പ്രാർത്ഥിക്കും? വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കപ്പോ വന്ന് അടുത്ത് നിന്നിട്ട് പറയുന്നത്, ഒരു മന്ത്രം ജപിക്കാനുള്ള ചാൻസ് വരുന്നു, നീ ശ്രദ്ധയോട് ജപിച്ചാൽ നിന്നെ ഞാൻ കൊണ്ടുപോകത്തില്ല, വിഷ്ണു ലോകത്തുനിന്ന് വരും. നമ്മൾ എങ്ങനെ ജപിക്കും? പിന്നെ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. അങ്ങനെ ജപിച്ചുകൊണ്ട് ഒരു മന്ത്രം ജപിക്കാൻ പറ്റുമല്ലോ ഒരു മാലയിലെ ആദ്യത്തെ മന്ത്രം. തീർച്ചയായിട്ടും ശ്രമിക്കാം പ്രഭു. ശ്രമിക്കാം പ്രഭു. അങ്ങനെ ശ്രമിക്കുമ്പോൾ 16 മന്ത്രം ഒരു ദിവസം 16 മന്ത്രം നല്ലതാകത്തില്ലേ? അതെ, ശ്രദ്ധിച്ചിങ്ങനെ ഇതെത്തന്നെ ശ്രദ്ധിച്ചോണ്ട് ഇത് മാത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓരോ മാലയും ജപിക്കാൻ തുടങ്ങുമ്പോൾ ഇത്ര സൈലന്റ് ആയിട്ട് കേട്ടുള്ളൂ വെച്ച് കഴിഞ്ഞാൽ 16 മന്ത്രം നമ്മൾ കേട്ടില്ലേ? അത്രയും പ്യൂരിഫിക്കേഷൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ സ്പീഡ് ജപിക്കാം. അത് പിന്നെ കുറെ ദിവസം കഴിയുമ്പോൾ അത് കൂട്ടാൻ നോക്കണം. ഒരു അരമണിക്കൂർ ഭാഗവതം വായിക്കാതെ ഞാൻ ഉറങ്ങില്ല. എന്ന് ഞാൻ 10 മണിക്കാണ് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ലേറ്റായിട്ട് കിടന്നാലും ഒരു ഭാഗത്ത് ഒരു ശ്ലോകം വായിക്കാതെ ഞാൻ കിടക്കില്ല. എന്നൊന്ന് തീരുമാനിച്ചാലോ? മതം എത്ര മണിക്ക് രാവിലെ വളരുന്നേ? ലേറ്റ് ആയിട്ടാ പ്രഭു. സാരമില്ല, പറഞ്ഞോളൂ, കുഴപ്പമില്ല. ലേറ്റാണ് 5 മണി 5:15 ആവും. ലേറ്റാണോ? 5 മണി 5 മണി. മതം എത്ര മണിക്ക് തുടങ്ങിയാൽ ഒന്ന് നേരത്തെ കിടക്കാം. നേരത്തെ ആഹാരം കഴിച്ചാൽ നേരത്തെ കിടക്കാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും ഞാൻ പറയുന്ന റിക്വസ്റ്റ് ആണ്, 10 നേരത്തെ വീട്ടിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു 8 o'clock മാക്സിമം. കൊച്ചു കുട്ടികൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ കഴിച്ചിട്ട് പഠിക്കാൻ പറ്റും, എത്ര വേണം കിടക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ 9, അതിനപ്പുറം പോരുത്. എത്ര മണിക്ക് എണീക്കുന്നത്? മാതാജിയോട് ഞാൻ പറയുന്നത് 15 മിനിറ്റ് നേരത്തെ എണീച്ച് നോക്കിയേ, കൂടുതൽ വേണ്ട. 15 മിനിറ്റ് മുമ്പേ അലാം വെച്ചിട്ട് എണീച്ച് നോക്കി എന്ത് സംഭവിക്കും നോക്കാമല്ലോ. പറ്റത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ഉപേക്ഷിക്കാമല്ലോ, പ്രശ്നമില്ലല്ലോ. ശരി പ്രഭു. ആ 15 മിനിറ്റ് കൊണ്ട് 2 മാല ഇഷ്ടം. അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ കുറച്ചുണ്ട്. ഇന്ന് പിന്നെ എന്തായിരുന്നു അറിയില്ല, എന്തോ പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറിയത് എന്തോന്ന് ഓർമ്മ വരുന്നത്, അമ്പലത്തിൽ നിന്നുള്ള. കാരണം എനിക്ക് അത്രയും ടൈം ബുദ്ധിമുട്ടാണ്. അതൊക്കറിയാം, 2-3 വർഷമായിട്ട് ഞാൻ കഴിഞ്ഞ മാസമാണ് ക്യാൻറ്റീനിൽ പോയത്. കാരണം എനിക്ക് കുറച്ച് ഇത് വേണമായിരുന്നു, ഒലിവ് ഓയിൽ. ഭയങ്കര കോസ്റ്റ്ലി ഒലിവ് ഓയിൽ. 1 ലിറ്ററിന് 1500 രൂപയൊക്കെയാണ്. എനിക്ക് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോൾ രാത്രിയിൽ ആഹാരം കഴിക്കുന്നത് ഈ വെജിറ്റബിൾസ് ബോയിൽ ചെയ്താൽ കഴിക്കും. എന്നിട്ട് ബോയിൽ ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ല ചോറും ചപ്പാത്തി നിർത്തി പോയി. ഒറ്റ നേരം ആഹാരം 11 മണിക്ക് ശരിക്കും ഫുഡ് കഴിക്കും, ചപ്പാത്തി സബ്ജി ഉണ്ടാകും. വൈകിട്ട് ഞാൻ സലാഡ്, ഇത് പിന്നെ നമ്മുടെ കോളിഫ്ലവർ, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ഇട്ട് സ്റ്റീം ചെയ്ത്, നമ്മൾ ഇഡ്ഡലി കുക്ക് ചെയ്ത സ്റ്റീം ചെയ്തിട്ട് അത് ഈ പിന്നെ ഒലിവ് ഓയിലിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് അതാ കഴിക്കുന്ന. വൈകിട്ട് കഴിച്ചു അത് ഞാൻ. അപ്പൊ അതിന് ഒലിവ് ഓയിൽ വായിക്കാം. ഇല്ലെങ്കിൽ ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് 2-3 വർഷമായി. കാരണം ക്യാൻറ്റീനിൽ പോയാൽ എനിക്ക് 3-4 മണിക്കൂർ വേസ്റ്റ് ആകും. പോയില്ലെങ്കിൽ 500 രൂപ 1000 രൂപ നഷ്ടം വരും. അത്രേ ഉള്ളൂ. വിച്ച് ഈസ് ബെറ്റർ ഫോർ മീ. അപ്പൊ നമ്മൾ അങ്ങനെ ജീവിതത്തിൽ ഓരോന്നിനെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുക. എന്തിനൊക്കെയാണ്? അപ്പൊ രാത്രി കിടക്കാത്ത ഇന്ന് ഞാൻ പകല് എത്ര സമയം ഭൗതികമായ കാര്യങ്ങൾ ചെയ്ത്, എത്ര സമയം ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങളാണ് കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ചെയ്യേണ്ടത് ഭക്തിയാണ്. പരമധർമ്മം അത് നമ്മൾ ചെയ്യുന്നില്ല.
ഇല്ല. അങ്ങനെ അത് കുറച്ച് ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ല. പക്ഷെ നമ്മൾ ദൃഢനിശ്ചയം തീവ്രമായ ആഗ്രഹം കൊണ്ട് കുറച്ച് കൊണ്ട് വയസ്സ് കൂടുന്നതനുസരിച്ച് നമ്മൾ എല്ലാത്തിൽ നിന്നും പുറകോട്ട് മാറാൻ നോക്കുക. കുറച്ച് കൂടുതൽ ഭക്തിക്ക് സമയം കണ്ടെത്തുക. കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുമഹാരാജന്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ മാതാജി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? നരോത്തം പ്രഭു നിർത്താം നമുക്ക്. നരോത്തം പ്രഭു നിർത്താം. നിങ്ങൾ ആരൊക്കെയാണ് വൃന്ദാവന യാത്രയ്ക്ക് വരുന്നത്? ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിരിക്കും എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. നരോത്തം പ്രഭു വരുന്നുണ്ടോ? ഇല്ല പ്രഭു, ഇല്ല. എല്ലാ മാതാജിമാർ മാത്രമേ ഉള്ളൂ? അങ്ങനെയല്ല, എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ശരിക്കും. ഇന്ദുമതി മാതാജി പറഞ്ഞ 6 പേരുണ്ടെന്ന്. ആരൊക്കെയാണെന്ന് എത്ര? മാതാജിയുടെ പിന്നെ ഫോണിൽ സംസാരിച്ചോളാം. ഓക്കെ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒത്തിരി നന്ദി ഇവിടെ വന്നിരുന്നത്. ദയവ് എന്റെ റിക്വസ്റ്റ് ആണ്, നമ്മുടെ ഈ ഓഡിയോ വെക്കുമ്പോൾ ഒത്തിരി ഡിസ്റ്റർബ് ആവുകയാണ്. നല്ല ഫ്ലോയിൽ വരുമ്പോഴാണ് വീട്ടിൽ വഴക്കും ബഹളവും കുട്ടികളുടെ ബഹളവും ഇതൊക്കെ നടക്കുന്നത് കേൾക്കുന്ന ഉടനെ. അതുകൊണ്ട് ഓഡിയോ ഓഫ് ചെയ്തിരിക്കാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്നോടാണോ? അതെ, പറഞ്ഞോളൂ പ്രഭു. പേരെന്താ? പ്രഭു പറഞ്ഞല്ലോ, ഈ ചാൻഡിങ് 16 തവണ തീർക്കാൻ എളുപ്പ വഴി എന്താണെന്ന് ഒന്നുകൂടെ കേട്ടാ കൊള്ളാം. എളുപ്പ വഴി ഞാൻ പറഞ്ഞില്ല. എളുപ്പ വഴിയൊന്നുമില്ല. ഞാൻ പറഞ്ഞ ശ്രദ്ധയോടെ ജപിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. എളുപ്പ വഴിയൊന്നുമില്ല. ശ്രദ്ധയോടെ അറ്റൻറ്റീവ് ചാൻഡിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എളുപ്പം ജപിക്കാൻ ഒരു മാർഗം ഒന്നുകൂടെ കേട്ടാ കൊള്ളാം പ്രഭു. പറയാമല്ലോ പ്രധാന. ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വായിൽ നിന്ന് വരുന്ന ആ ശബ്ദത്തെ നമ്മൾ നേരെ വെളിയോട്ട് വിടാതെ ഈ ചെവി കർണത്തിരുത്തോണ്ട് അകത്ത് വിടാൻ ശ്രമിക്കണം. അത് ആ കോൺസെൻട്രേഷൻ ശബ്ദത്തിലായിരിക്കണം മുഴുവൻ കോൺസെൻട്രേഷൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അത് നമ്മൾ കേൾക്കണം. മനസ്സ് പോകുന്നിടത്ത് മനസ്സിനെ തിരിച്ചു കൊണ്ടുവരിക. അതായത് നമ്മുടെ മനസ്സിന് ഒന്നിൽ ശബ്ദം വേണം, അല്ലെങ്കിൽ രൂപം വേണം. അപ്പം നമ്മുടെ ഈ ശബ്ദത്തിലോട്ട് മനസ്സിനെ കണക്ട് ചെയ്യണം. മനസ്സ് പോകുമ്പോൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. അത് പ്രാക്ടീസാണ് പ്രഭു. കുറെ ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. മനസ്സ് പോകും, മനസ്സ് തിരിച്ചു കൊണ്ടുവരണം. ഇരിക്കുന്ന പൊസിഷൻ ഒരു കംഫർട്ടബിൾ ആയിരിക്കണം. ശബ്ദമില്ലാത്ത അന്തരീക്ഷമായിരിക്കണം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ചെവി, 2 കണ്ണ്. അപ്പൊ കണ്ണ് അടച്ചിരുന്നുകൊണ്ട് ജപിക്കാം. ഉറക്കം വരികയാണെങ്കിൽ കണ്ണ് പകുതി തുറന്നിരിക്കണം. ചെവിയിൽ എന്തെങ്കിലും വെച്ചടയ്ക്കാം. അതായത് ഈ ഇയർഫോണിന്റെ ഹെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് കൂടി വെച്ചിങ്ങനെ നമ്മൾ കഴുത്തെ കൂടെ മഫ്ലെയർ കെട്ടുന്ന പോലെ കെട്ടി വെച്ചോണ്ടിരിക്കുക. വീട്ടിൽ ഒരുപാട് ശബ്ദം ചെവി അടച്ചു വെച്ച ബാക്കിയുള്ള ശബ്ദം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരുപാട് ഡിസ്റ്റർബിംഗ് ശബ്ദം വരുന്നത്. വീട്ടിൽ നിന്നല്ലേ പ്രഭു ജപിക്കുന്നേ. അപ്പൊ വീട്ടിൽ ഒരുപാട് ഡിസ്റ്റർബിംഗ് ശബ്ദത്തോടെ ഒരു മുറിക്കകത്ത് കയറുന്ന കഥ കടച്ചിട്ടിരുന്ന് ജപിക്കുക. കാര്യം ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ ശബ്ദമാണെങ്കിൽ ആ ശബ്ദത്തിന് പുറകിന് മനസ്സ് പോകും. മനസ്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ കാഴ്ച, ദൃശ്യവും ശബ്ദവും ഇതിനെ രണ്ടിനും നമ്മൾ കൺട്രോൾ ചെയ്യണം. എന്നിട്ട് പതുക്കെ ഓരോ മന്ത്രത്തിലും ജപിക്കുക, ഓരോ അക്ഷരത്തിലും ജപിക്കുക, ഓരോ വാക്കിലും ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് ജപിക്കുക. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ പറഞ്ഞിട്ട് ഇനി പറയണത്, ഈ 2 മണിക്കൂർ നമ്മൾ ജപിക്കുന്നെങ്കിൽ ആ 22 മണിക്കൂർ ബാക്കി നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് വായിക്കുന്നു, എന്ത് കാണുന്നു, അതെന്റെ എല്ലാം ഫലം ഈ 2 മണിക്കൂറിൽ അറിയാൻ പറ്റും. അപ്പൊ ഈ 22 മണിക്കൂർ മുഴുവൻ സമയം TV കണ്ടുകൊണ്ടിരിക്കുക, മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ 2 മണിക്കൂർ ഇരുന്നാൽ മനസ്സ് കിട്ടത്തില്ല. എവിടെയെങ്കിലും മനസ്സ് ഓടിപ്പോവും.
അതേസമയം 24 മണിക്കൂർ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ആധ്യാത്മിക കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കരിക്കുന്നത്. ആ 2 മണിക്കൂറിൽ അത് അറിയാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അടുത്ത പ്രാവശ്യം എനിക്ക് പറയേണ്ടതാണ്. ഞാൻ ഇപ്പോഴത് പറഞ്ഞതേ ഉള്ളൂ റോജിയോട്. നമ്മൾ എന്ത് 22 മണിക്കൂറിൽ ചെയ്യുമ്പോൾ അതിന്റെ ഫലം ഈ 2 മണിക്കൂർ നമുക്കറിയാം. പകല് മൊത്തം അല്ലെങ്കിൽ രാത്രി മൊത്തം വീട്ടിൽ പലരുമായിട്ട് വഴക്ക് വിട്ട് ദേഷ്യമായിട്ട് ജപിക്കാൻ ചെയ്യുന്ന മനസ്സെവിടെ കിട്ടുന്നത്? ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക, സാത്വികമായ ആഹാരം കഴിക്കുക, സാത്വികമായ ആൾക്കാർക്ക് മാത്രം സമ്പർക്കം പുലർത്താം, ആവശ്യമില്ലാത്ത ഇതൊക്കെ ജീവിതകാലം മൊത്തം നമ്മൾ ചെയ്തല്ലേ. എന്നിട്ട് എന്ത് ഫലം കിട്ടി? ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട് ബ്രോ. ട്രൈ ചെയ്യാം ബ്രോ. ട്രൈ ചെയ്യാം. കൃഷ്ണ തീർച്ചയായിട്ടും കൃപയുണ്ടാവും. കുറച്ചുകൂടി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം. ഓക്കെ ബ്രോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ബ്രോ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു. വെരി ഗുഡ്. ഹരേ കൃഷ്ണ.